वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। त्रेतायां रामरूपाय द्वापरे कृष्णमूर्तये कलौ पूर्णावताराय रामकृष्णाय ते नमः। ശ്രീരാമകൃഷ്ണദേവനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിൽ പ്രവേശിക്കാം. ഭാഗവത പാരായണം നടക്കുന്ന സ്ഥലത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ഉണ്ടായിരുന്നു. ഭാഗവത പാരായണം നടക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഒരു കാഴ്ച കണ്ടു. ശ്രീകൃഷ്ണ പരമാത്മാവുടെ തിരുവടികളിലിരുന്ന് ഒരു ജ്യോതി, ഒരു പ്രകാശം പുറത്തേ വന്നു ഭാഗവതത്തെ സ്പർശിച്ചു. പിന്നെ അവിടെ ചുറ്റിയുള്ള എല്ലാ ഭക്തന്മാരെയും സ്പർശിച്ചു, ശ്രീരാമകൃഷ്ണദേവനെയും സ്പർശിച്ചു. വീണ്ടും ശ്രീകൃഷ്ണനുടെ താമര തിരുവടികളിൽ പോയി ലയമായി. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ സമാധിയിൽ മഗ്നമായി. ആ സമാധി അവസ്ഥയിൽ അവർ പറഞ്ഞു, ഭഗവാൻ ഭാഗവതം ഭക്തന്മാർ ഒന്നാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണയുടെ ശ്രീപാദങ്ങളിലിരുന്ന് പുറപ്പെട്ട ആ ചൈതന്യ ജ്യോതി ഭഗവാനുടെ വാക്കായ ഭാഗവതം മൂലമായി ഭക്തനോട് ദേഹബോധമുള്ള ആ ഭക്തനുടെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ ഉള്ള ചൈതന്യത്തെ സ്പർശിച്ച് ചൈതന്യബോധം ഉണ്ടാക്കി വീണ്ടും ഭഗവാനോട് ഐക്യമായി. ഇപ്പോൾ ഭാഗവതത്തിലും ചൈതന്യമുണ്ട്, ഭഗവാനിലുമുണ്ട്, ഭക്തന്മാരുടെ ഉള്ളിലുമുണ്ട്. അങ്ങനെ ഭക്തന്മാരായ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരങ്ങൾ. ഭഗവത്ഗീതയും ഭഗവാനുടെ മുഖപങ്കജ നീർഗതേന അവരുടെ വാക്കാണ്, പുണ്യവാക്കുകളാണ്, ശ്രുതി വാക്കുകളാണത്. സംപൂജ്യ ചിദാനന്ദ മഹാരാജ് എൻ്റെ പ്രണാമങ്ങൾ, നമസ്കാരങ്ങൾ. ഈ ആശ്രമത്തിൽ വരുമ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷമായിട്ട്, സ്വാഭാവികമായിട്ട് എനിക്ക് ഇരിക്കാൻ വലിയ ഒരു അവസരം കിട്ടും. ചിദാനന്ദ സ്വാമിജി ഒരു ഒളിവ് മറവില്ലാതെ പുഞ്ചിരിപ്പോട് നിഷ്കളങ്കമായി അപ്പോൾ അവരോട് പരിമാറ്റം ചെയ്യാൻ എനിക്ക് വലിയ ഒരു സൗകര്യമായിട്ട്, ഇഷ്ടമായിട്ട് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ എപ്പോഴും എനിക്ക് ഒരു ആനന്ദം അനുഭവിക്കും. അദ്വൈതാശ്രമം ഇവിടെ ഒരു കുട്ടികൾക്കായിട്ട് ഒരു ഹോസ്റ്റൽ തുറന്നിരുന്നു. ആ സമയത്തിൽ ഞാൻ വന്നിരുന്നു, ദയാനന്ദ സ്വാമിജിയും വന്നിരുന്നു ആ സമയത്തിൽ. അപ്പോൾ അദ്വൈതാശ്രമത്തോട് ഒരുപാട് എനിക്ക് ഒരു സ്നേഹം, ഭക്തി, ശ്രദ്ധ ഉണ്ട്. ചിദാനന്ദ സ്വാമിജി മഹാരാജോടെ പേരിലും ഒരുപാട് കേരളത്തിലെ ഈ ഒരു ഹിന്ദു ധർമ്മത്തിക്കായിട്ട്, നമ്മുടെ സനാതന ധർമ്മത്തിക്കായിട്ട് ഒരുപാട് തൻ്റെ പ്രാണൻ ത്യാഗം ചെയ്തിട്ടുള്ള ഒരു യതിശ്രേഷ്ഠനാണ് ചിദാനന്ദ സ്വാമിജി. വലിയ പാണ്ഡിത്യം, നല്ല ഒരു തപസ്വിയാണ്. പക്ഷെ പരിമാറ്റം വരുമ്പോൾ വളരെ സിമ്പിളായിട്ട്, എളുപ്പമായിട്ട്, എളിമയായിട്ട് അവരോട് പരിമാറ്റം ചെയ്യാൻ പറ്റാം ഒരു യതിയാണ്. അവർക്കും എൻ്റെ പ്രണാമങ്ങൾ. ഈ കൊല്ലം ധ്യാനയോഗമാണ് നമ്മുടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ശ്രീരാമകൃഷ്ണദേവനോട് അടുത്ത ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഈ ചിന്തയിൽ നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാം. ഭാഷാ പണ്ഡിതന്മാർക്കായിട്ടാണ്. ശ്രീരാമകൃഷ്ണദേവനക്ക് വലിയ ഒരു പാണ്ഡിത്യമില്ലാതിരുന്നു. സാമാന്യ ഭാഷയിലാണ് അവർ സംസാരിച്ചിരുന്നത്. വിവേകാനന്ദ സ്വാമിജി മഹാപണ്ഡിതനാണ്. സംസ്കൃതം, ഇംഗ്ലീഷ്, മറ്റു ഭാഷകളിലും ഒരു നിപുണനായിരുന്നു. പക്ഷെ റിയൽ ആധ്യാത്മിക ജീവിതത്തിനായിട്ട് നമുക്ക് വലിയ ഒരു ഭാഷയോട് ആവശ്യമില്ലയാണ്.
ഭാവം ആവശ്യമാണ്. ഭക്തന്മാർ ഭാവം പ്രാധാന്യമാണ്, ഭാഷ അല്ലയാണ്. ബുദ്ധൻ പാലിയിലാണ് പറഞ്ഞു കൊടുത്തത്. ഇത് പറയാൻ കാരണം, ഞാൻ ജനിച്ച് വളർന്ന് പഠിച്ചതെല്ലാം ഔട്ട്സൈഡ് കേരളത്തിലാണ്. ഒരുപാട് ഞാൻ തമിഴ്നാട്ടിലാണ് താമസിച്ച് പ്രഭാഷണം തമിഴിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന മലയാളം തമിഴോട് സുഗന്ധം കലർന്ന തലയാളമായിട്ട് വരും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് ഭാഷ അത്ര വലിയ ആവശ്യമില്ലയാണ്, ഭാവമാണ്. ഭാവഗ്രാഹി ഭവ. ചേട്ടൻ ഹരിപ്പാട്, പേര് സാം ജോസ്, കറക്റ്റ്. കാരണം ചിലവരുടെ മുഖം ഒരേ മാതിരിയായിരിക്കും. ഞാൻ തെറ്റിദ്ധരിച്ചോന്ന് അത് ഒരു കൺഫേം ചെയ്തു. എൻ്റെ മെമ്മറി പവർ ഇന്നും നന്നായിട്ടുണ്ട്, നല്ല ആരോഗ്യമായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഹെൽത്തോടെ ഒരു കണ്ടീഷൻ മെമ്മറിയാണ്. ഇന്നത്തെ വിഷയത്തിലും ധ്യാനയോഗത്തിൽ മെമ്മറി വല്ലാത്ത ഒരു വിഷയമാണ്. സഹജമായിട്ട് സിമ്പിളായിട്ടാണ് ഈ ധ്യാനയോഗത്തിൽ ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്. ഒരു 100-150 കൊല്ലം മുൻപ് യോഗത്തിൻ്റെ പേരിൽ ഈ ധ്യാനയോഗത്തോട് രാജയോഗത്തെ കൂടുതൽ പ്രസിദ്ധമാക്കിയത് വിവേകാനന്ദ സ്വാമിജിയാണ്. സ്വാമിജിയുടെ ആ മെഡിറ്റേഷൻ പോസ്, ലണ്ടൻ പോസ് ഉണ്ട്, സമാധിയിൽ മുഴുകിയപ്പോൾ എടുത്ത പോസാണിത്. സമാധിയെക്കുറിച്ച്, സമാധിപാദം, പതഞ്ജലി യോഗസൂത്രങ്ങളെക്കുറിച്ച് വിശദീകരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിജി പെട്ടെന്ന് സമാധിയിൽ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉള്ള ആളെ പറയും, സ്വാമിജി ക്ലാസ്സിലെല്ലാം കാത്തുകൊണ്ടിരിക്കുന്നു, താഴെ ഇറങ്ങാം. സ്വാമിജി താഴെ ഇറങ്ങിയിട്ട് വീണ്ടും സംസാരിക്കും. ഞാൻ അത്ര വലിയ ഒരു പരമഹംസനല്ലയാണ്, നിങ്ങളെപ്പോലെ ഒരു ഭക്തനാണ്. അപ്പം നമ്മൾ ഈ പരിസ്ഥിതിയിൽ ഇങ്ങനെ ഒരു ഭക്തനായിട്ടിരിക്കുമ്പോൾ നമുക്ക് സനാതന ധർമ്മത്തിൻ്റെ 3 സോപാനങ്ങളാണ് നമുക്ക് ശാസ്ത്രങ്ങൾ നൽകുന്നത്. ഫസ്റ്റ് ആദ്യം കേൾക്കണം, ശ്രവണം. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, പാലെക്കുറിച്ച് ആദ്യം കേൾക്കണം, അതേക്കുറിച്ച് ചിന്തിച്ച് പാല് കാണണം. മതിയല്ലയാണ്, പാല് കുടിച്ച് പുഷ്ടി പ്രാപിക്കണം. പിന്നെയാണ് പാലോട് അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഇപ്പം ഞങ്ങൾ ശ്രവണം ചെയ്യുന്നു, ധ്യാനയോഗത്തെക്കുറിച്ച്, മനസ്സെക്കുറിച്ച് ശ്രവണം ചെയ്യുന്നു. ശ്രവണം ചെയ്ത് പിന്നെയും നമുക്ക് മനനം ഉണ്ടാകാതെ, ഇല്ലെങ്കിൽ മനനം കുറച്ച് ഉണ്ടായാലും നിധിധ്യാസന അനുഭവം സിദ്ധിക്കാതെ കാരണം എന്താണെന്ന് ഒരു ചോദ്യം വരും അല്ലേ? തുടർന്ന് നമുക്ക് വേദവാക്യങ്ങൾ, വേദാന്ത വാക്യങ്ങൾ, പ്രഭാഷണങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താ കാരണമാണ് അതോടെ ഫലം കിട്ടാതെ പോകുന്നത്? പറയാം അമ്മ, ചേച്ചി. എന്താ കറക്റ്റ്? ധ്യാനം സിദ്ധിക്കാതെ കാരണം എന്താണ്? എന്താ കാരണം പോകുന്നു? മെമ്മറി വീക്ക്. മെമ്മറി വീക്കായി പോയി, നമ്മുടെ സ്മരണശക്തി, സ്മൃതി വീക്കായി കൊണ്ടിരിക്കുന്നു. സത്യമേവ ജയത്തെ എല്ലാവരും അറിയും. കറൻസി നോട്ടിലെല്ലാം സത്യമേവ ജയത്തിന് എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ട്, ശ്രവണം. പക്ഷേ ആ കറൻസി നോട്ടെ വെച്ചുകൊണ്ടാണ് കൈക്കൂലി കൊടുക്കുന്നത് അവരല്ലേ? ആ മെമ്മറി ഉറപ്പായിട്ടില്ലാണ്. കാരണം യോഗമാർഗത്തിൽ ഈ സ്മൃതി, മെമ്മറി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്തിമാർഗത്തിലും ആചാര്യ രാമാനുജനും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ആഹാരശുദ്ധൗ സത്വശുദ്ധി, സത്വശുദ്ധ്യാ ധ്രുവാ സ്മൃതി. എനിക്കും ശ്രീരാമകൃഷ്ണദേവനുക്കും, ഇല്ലെങ്കിൽ ആചാര്യനക്കും എന്താണ് ഭേദം? അമ്മ പറയാം. ഞാൻ അങ്ങനെ നന്നായിട്ട് സുഖമായിട്ട് കേട്ടുകൊണ്ട് ഉറങ്ങി പോകാൻ അനുവദിക്കുന്നില്ലാണ്. പാസീവ് ഓഡിയൻസ്, നിഷ്ക്രിയ ശ്രോതാക്കൾ
അത്ര പ്രയോജനമില്ലയാണ്. നിങ്ങളും പങ്കെടുക്കണം. എന്താ വ്യത്യാസമാണ് ഭഗവത്പാദ ശങ്കരാചാര്യനുക്കും എനിക്ക് നിങ്ങൾക്കും? തപസ്സല്ല, അവർ തുടർന്ന് ബ്രഹ്മസ്മരണയിലുണ്ട്, നമുക്ക് ബ്രഹ്മവിസ്മരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പരിശ്രമം ചെയ്ത് എനിക്ക് ജിലേബി കഴിക്കണം, വെള്ളം കുടിക്കണം പറഞ്ഞിട്ട് മനസ്സെ താഴെ കൊണ്ടുവരും. നമുക്ക് കൃഷ്ണനോട് നാമം പറഞ്ഞിട്ട് മുകളിൽ പോകാൻ പറ്റില്ലാണ്. തുടർന്ന് ഇവിടത്താണ് ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മെമ്മറി പ്യൂരിഫിക്കേഷൻ. ഓം നമഃ ശിവായ ഇടയ്ക്ക് വിരാട് കോഹ്ലി വന്നു. ആരാണ് വിളിച്ചത്? അവരെ ആരും വിളിച്ചിട്ടില്ലല്ലേ? പക്ഷെ ഉള്ളിലെന്താണ് അത് വരുന്നത്? അപ്പൊ ഉള്ളിലെന്ത് വരുമ്പോൾ ആരാണ് നിങ്ങളുടെ ശത്രുവായിട്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെയാണ്. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേ ആത്മൈവ ഹി ആത്മനാ ബന്ധു ആത്മൈവി റിപുരാത്മന. അപ്പൊ തടസ്സങ്ങളോ ശത്രുക്കളോ പുറത്തെ കുറച്ച് ഉണ്ട്, പക്ഷെ കൂടുതൽ അകത്തെയാണ്. അപ്പൊ അകത്തെ ഉള്ള മെമ്മറി, ഓർമ്മകൾ, സ്മൃതി പരിശുദ്ധമാകണം. അപ്പൊ ഈ സ്മൃതി ഉണ്ടാകാൻ കാരണം എന്താണ്? ചായ ഉണ്ടാക്കി അമ്മ നല്ല ഒരു സൂപ്പർ ചായ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചായ ഉണ്ടാക്കാൻ പറ്റിയാൽ നല്ല ധ്യാനം ചെയ്യാൻ പറ്റും. വിവേകാനന്ദ സ്വാമിജി പറയും നല്ല ഭക്ഷണം ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ധ്യാനവും ചെയ്യാൻ പറ്റും. ചക്കര അളക്കുന്ന അതേ തറാസ് തട്ടിൽ ഉപ്പും അളക്കാൻ പറ്റും. ഈ മനസ്സ് ഇവിടെ ഏകാഗ്രത പ്രാപിക്കുമ്പോൾ അവിടെയും പ്രാപിക്കാൻ പറ്റും. എന്താണ് ചോദ്യം ഞാൻ ചോദിച്ചത്? എന്താ ചോദ്യം ചോദിച്ചു ഞാൻ? ഇല്ല, അത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ. നോക്കാം, ഇപ്പോഴും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നോക്കിയിട്ട് വരാം. മനസ്സ് എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? തോട്ട് ലിങ്ക്, ചിന്താഗതിയോടെ മനസ്സിലെ വരുന്ന വികാരങ്ങളുടെ ശൃംഖല നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട്. ഓരോരോ സെക്കൻഡും മനസ്സ് മറന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അവരോട് ചോദ്യം ചോദിച്ചത്? ചായ ഉണ്ടാക്കി. അത് മുൻപ് ഒരു ചോദ്യം ചോദിച്ച അല്ല, അത് ശങ്കരാചാര്യനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് സ്മൃതി ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ ഇതാണ് റിയൽ ധ്യാനയോഗം. ധ്യാനയോഗം പറഞ്ഞാൽ മനസ്സോടെ ഗതിവിധികൾ, செயல்பாடுകൾ 100% മസ്റ്റ് ബി അണ്ടർ യുവർ സർവേലൻസ്. സർവേലൻസ് മലയാളത്തിൽ എന്താ പറയുന്നു? നിരീക്ഷണം. CCTV അവിടെ ഉണ്ട്, എല്ലാവരെയും സർവേലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ധ്യാനത്തോട് ശിലാന്യാസം അവിടെ എന്താണ് തുടങ്ങുന്നത്? ആർ യു സർവൈലിംഗ് യുവർ മൈൻഡ്? മനസ്സ് നിങ്ങളുടെ നിരീക്ഷണത്തിൽ ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ധ്യാനയോഗത്തെക്കുറിച്ച് സംസാരിച്ച് പ്രയോജനമില്ലയാണ്. ആകാശത്തിൽ പറക്കുന്ന പറവയെ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കും. കയ്യിലുള്ള പറവയും പറന്നുപോയി, പക്ഷിയും പറന്നുപോയി. ഇപ്പൊ മനസ്സ് പുസ്തകത്തിലില്ലയാണ്. എവിടെയാണ് മനസ്സ്? ഇൻസൈഡ് യു. അങ്ങോട്ടും അവിടെ പുറത്തെ കാണുന്ന എല്ലാം നിങ്ങളുടെ മനസ്സിലെയാണ്. മനയേവഹി മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. അമൃത ബിന്ദു ഉപനിഷദത്തിൽ അടുത്ത ഒരു സുന്ദരമായിട്ടുള്ള ഒരു വാക്കാണ് മനസ്സോ വിജൃംഭണ ജഗത് വിജൃംഭത്തെ. വെൻ ദ മൈൻഡ് യോൺസ്, മനസ്സ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ജഗത് പ്രപഞ്ചം ഉദയമാകുന്നു. സൂര്യോദയം കാരണമായിട്ട് ഈ പ്രപഞ്ചം ഉദയമാകുന്നില്ലാണ്. സുഷുപ്തിയിലിരുന്ന് നിങ്ങളുടെ മനസ്സ് ഉദയമാകുമ്പോൾ അഹം അഹം അങ്ങനെ സ്ഫുരണം ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ മനസ്സ് വരുമ്പോഴാണ് ആ മനസ്സോട് ഞാനും എൻ്റെ പ്രശ്നങ്ങൾ എല്ലാ വിഷമങ്ങളും ഒന്നായിട്ട് കൂടി വരുന്നു. കണ്ണടച്ചതും എല്ലാം പോയി, മനസ്സും പോയി.
അപ്പോൾ ഈ മനസ്സിൽ ഓർമ്മകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചത്. പറയാം. ഇല്ല, ഇവരെല്ലാം ചിദാനന്ദ സ്വാമിജിയുടെ സ്റ്റുഡൻസ്, തുടർന്ന് വേദാന്തം ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം. അത് കാരണമായിട്ട് ചോദിക്കാം, പരീക്ഷ ചെയ്യുന്നില്ല, ചോദിക്കാം എനിക്ക് എളുപ്പമാകുന്നു. ചിത്തത്തിൽ നിന്ന് ഉദയമാകുന്നു. എന്താ കാരണം? ധ്യായതോ പുംസഹ. അടുത്തത് സംഗസ്തേഷുപജായത്തെ. കണക്ടിങ് ഇന്ത്യ. BSNL അല്ലയാണ്, ഭക്തി സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഭക്തി സഞ്ചാരം വരുമ്പോൾ കൃഷ്ണസ്മരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഭക്തി ബലഹീനമാകുമ്പോൾ ഏകാഗ്രത ബലഹീനമായി സംഘമുണ്ടാകുന്ന ആ സംഘത്തിലിരുന്നാണ് സ്മൃതി. അസോസിയേഷൻ ക്രിയേറ്റ്സ് മെമ്മറി. ആ അസോസിയേഷനെ പൊട്ടിപ്പിച്ച് ഡിസ്കണക്ട് ദി കോൾ. ഇവിടെ കോൺഫറൻസ് കോൾ ഇടാൻ പറ്റില്ലയാണ്. ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺഫറൻസ് കോൾ ഇട്ട് രണ്ടുപേർ സംസാരിക്കാൻ പറ്റും. പക്ഷേ ഈശ്വരനെ അറിയുന്ന മാർഗത്തിൽ ഈ ലൗകിക വിഷയത്തെയും ഈശ്വരനെയും ഒന്നായിട്ട് കോൺഫറൻസിൽ ചേർക്കാൻ പറ്റില്ല. ചേർത്താൽ വിരോധമായി പോകും. റാം ജഹാ കാം തഹാ നഹി. എവിടെ രാമനുണ്ടോ അവിടെ കാമമില്ലയാണ്. ഈ ജഗത്തിന് പറഞ്ഞാൽ കാമമാണ്, ആഗ്രഹങ്ങൾ ഉള്ള വിഷയങ്ങളാണ്. ആഗ്രഹങ്ങൾ, ഡിസയേഴ്സ്, ഹാങ്കറിങ്, ഇത് വരുമ്പോൾ അതോടെ രാമനെയും കൊണ്ടുവന്ന് നിർത്തിയാൽ രാമൻ ഓടിപ്പോകും. അപ്പൊ മനസ്സിൽ ഏകാഗ്രത ഉണ്ടാകണമെങ്കിൽ തുടർന്ന് അതോട് അസോസിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് കാരണമായിട്ടാണ് അദ്വൈതാശ്രമം തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ചാർജ് ചെയ്ത് കൊള്ളാം. പവർ 15 10 വന്നതും ബാറ്ററിയെ ചാർജ് ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആയി പോകും. ശ്രീകൃഷ്ണൻ ആരാണ്? നമ്മെ പോലെ ഒരു വ്യക്തി അല്ലയാണ്. ശ്രീകൃഷ്ണയുടെ വാക്കുകളിലുള്ള ശക്തി, പ്രബലം, തേജസ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാം ഒരു ശക്തി ഉണ്ടല്ലേ. പണ്ടകാലത്തിലെ ഋഷിമാർ പറയും നിങ്ങൾ പന്നിയാകട്ടെ, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ പന്നിയായി പോകും, പன்றிയായി പോകും. ഋഷീനാം പദാനാം വാച്ചോ അർത്ഥമനുദാവതി. മറ്റവർക്ക് നിങ്ങൾ പன்றிമാരിയായിട്ട് കാണാൻ പറ്റില്ലാണ്. പക്ഷെ നിങ്ങളോട് മനസ്സിലെ ഋഷി പറഞ്ഞ വാക്കോട് അർത്ഥം അങ്ങനെ പെട്ടെന്ന് ഉദയമാകും. അതാണ് ഋഷിയുടെ വാക്ക്. വിവേകാനന്ദ സ്വാമിജി പാശ്ചാത്യ ദേശങ്ങളിൽ വേദാന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെല്ലാം ഈ ലോകത്തിൽ നിന്ന് വിട്ട് മനസ്സ് മുകളിലേക്ക് ഉയർന്ന് സമാധിയിൽ മുഴുകും. ഋഷിയുടെ വാക്കാണത്. ലണ്ടനിൽ ഒരു ദിവസം വേദാന്തത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ദിവസം വിവേകാനന്ദ സ്വാമിജി അവിടെ വന്ന് നിന്നു. വാട്ട് ഷാൽ ഐ ടോക്ക് ടുഡേ? ഇനി എന്താണ് സംസാരിക്കുന്നത്? വേദാന്തം വളരെ ശുഷ്കമായ ഒരു വിഷയമാണ്, ഡ്രൈ സബ്ജക്റ്റ്. ഭക്തിയിലെ ഒരുപാട് നമുക്ക് ഇതുണ്ട്, ലീലകളുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, ഒരു മധുരമായി രസകരമായിട്ടുണ്ട്. വേദാന്തം കംപ്ലീറ്റ് എല്ലാം ഉണങ്ങിപ്പോയ ശുഷ്കമായിട്ടുണ്ടല്ലേ, ഡ്രൈ. ഇത് നേത്തിയാണ്, ഒന്നില്ലാണ്, എല്ലാத்தையும் വിട്ട് കളയാം. അപ്പോൾ സ്വാമിജി അങ്ങനെ പറഞ്ഞിട്ട് വേദാന്ത വലിയ ഒരു ഡ്രൈ സബ്ജക്റ്റാണ്, ശരി അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് സ്വാമിജി എഴുന്ന് നിന്ന് എങ്ങനെ പറഞ്ഞു, ഓം മധുവാതാരതായത്തെ മധുക്ഷരന്തി സിന്ധവഃ. അങ്ങനെ കൈ ഉയർത്തിയതും എല്ലാം ക്രിസ്ത്യൻ ഓഡിയൻസാണ്, നമ്മളെപ്പോലെ സനാതന ധർമ്മത്തോടെ ഓഡിയൻസ് അല്ലയാണ്. ഈ 2 മന്ത്രം പറയാൻ തുടങ്ങിയതും അവിടെ ശ്രീരാമകൃഷ്ണദേവരുടെ മറ്റൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു, സ്വാമി ശാരദാനന്ദ. പിന്നെ ക്രിസ്ത്യൻ ഗുഡ്വിൻ, ജെ ഗുഡ്വിൻ, സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുക്കുന്ന ഒരു ഫോറിനറാണ്. അവർ എഴുതുന്നുണ്ട്, സ്വാമിജി മന്ത്രം പറയാൻ തുടങ്ങിയതും ആ മുറിയിലുള്ള അന്തരീക്ഷം മാറിപ്പോയി. അലയലയായ മധുമയമായ അലകൾ അവിടെ എഴുந்திരിക്കാൻ തുടങ്ങി, ഉദയമാകാൻ തുടങ്ങി. മധുക്ഷരന്തി സിന്ധവഃ മാധ്വീരണ സന്തോഷധി. അങ്ങനെ സ്വാമിജി മന്ത്രങ്ങൾ പറയുമ്പോൾ ക്രിസ്ത്യൻ ഡിവോട്ടീസ് ആണ് എഴുந்து നീൽ ഡൗൺ ചെയ്ത്, ഇന്ന് ക്രിസ്മസ് ഡേ ആണ്, നീൽ ഡൗൺ ചെയ്ത് സ്വാമിജിയെ നോക്കി ഇങ്ങനെ കുമ്പിട്ട് നിന്നുകൊണ്ടിരുന്നു.
ചില ക്രിസ്ത്യൻ ശ്രോതാക്കൾ കണ്ണുനീർ പൊഴിയാൻ തുടങ്ങി. ഒരു 5 മിനിറ്റിൽ ആ മുറിയിലെ കംപ്ലീറ്റ് ആനന്ദത്തോടെ മധുമയമായ ഒരുപാട് മധുരമായ അലകൾ എഴുന്ന് താഴെ വീഴാൻ തുടങ്ങി. എല്ലാവരും സ്തംഭിച്ചു നിന്നു. ഋഷിയുടെ വാക്കാണ്. ഈ കാറ്റ് മധുമയമായി വീശട്ടെ, സമുദ്രം മധുമയമാകട്ടെ, പശുക്കൾ മധു ചൊരിയട്ടെ, ആകാശം മധു പൊഴിയട്ടെ. ഞങ്ങൾ പറഞ്ഞാൽ വേദമന്ത്രഘോഷമായിട്ടാണ് അത് നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ വിവേകാനന്ദ സ്വാമിജി ഈ മധുവാത്ത ഋതായത്തി എന്ന് പറഞ്ഞതും ഇൻടോക്സിക്കേറ്റഡ്, ലഹരി പദാർത്ഥം കഴിച്ച മാതിരിയായിട്ട് എല്ലാവരുടെ മനസ്സും മാറിപ്പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതും സ്വാമിജി പറഞ്ഞു, ഓക്കെ കം ഡൗൺ. അപ്പോൾ ശ്രീകൃഷ്ണനുടെ വാക്കാണ് അർജുനൻ കേൾക്കുന്നത്. ശ്രീകൃഷ്ണൻ സംസാരിക്കുമ്പോഴത് ആത്മ അനുഭവത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. സ്ഥിതപ്രജ്ഞനെ കുറിച്ച് ശ്രീകൃഷ്ണൻ പറയുമ്പോഴത് അവർ ചോദിക്കുന്നു, സ്ഥിതപ്രജ്ഞസ്യ ഖാ ഭാഷ, മലയാളം ഭാഷ അല്ല, സംസ്കൃത ഭാഷയാണ് അത്, ആത്മജ്ഞാനിയുടെ ഭാഷയാണ് അത്. അപ്പോൾ ശ്രീകൃഷ്ണൻ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അർജുനനക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിന്തിച്ച് വിചാരിച്ച് ഒരുപാട് വിശ്ലേഷണം ചെയ്ത് പറയുന്നില്ലാണ്. സ്ഥിതപ്രജ്ഞനെ സ്വന്തം തന്നിൽ അനുഭവിച്ചു കൊണ്ടാണ് അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞ പിന്നെയും അർജുനൻ എന്താ പറഞ്ഞു? കൃഷ്ണ, നിങ്ങൾ പറയുന്നത് എല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന മാതിരിയായിട്ട് തോന്നുന്നു, പക്ഷേ ചഞ്ചലം അസ്ഥിരാം. എന്താണ് ശ്ലോകം അത്? ഇല്ലല്ല, അത് മുൻപ് വരുന്നുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം ഓക്കേന്ന് എനിക്ക് മനസ്സിലാകുന്നത്, പക്ഷേ ഒന്നും നിൽക്കുന്നില്ലാണ് മനസ്സിൽ. കാരണം മനസ്സിൽ സ്ഥിരമായിട്ട് വേര് പിടിച്ച് നിന്നാലല്ലേ എനിക്ക് പാലിക്കാൻ പറ്റും, എൻ്റെ പെരുമാറ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ വിഷയങ്ങൾ കേൾക്കുന്ന കാരണം വലിയ ഒരു വിഷയം സംഭവിക്കുന്നില്ലാണ്. നമ്മുടെ ഓർമ്മകളിൽ ഒരു പരിശുദ്ധീകരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ടോട്ടൽ പരിശുദ്ധീകരണം ഉണ്ടായി ഓർമ്മകൾ കംപ്ലീറ്റ് ആയിട്ട് മാറണം. അത് കാരണം പതഞ്ജലി മഹർഷി നമ്മുടെ ജപം എങ്ങനെ ചെയ്യണം അതോട് ഉപദേശം പറയുന്നു. ഈശ്വരനുണ്ട് തസ്യ വാചക പ്രണവഃ തജ്ജപസ്തദ് അർത്ഥഭാവനം. നാമം, നിങ്ങളെല്ലാം നാമം, നിങ്ങൾക്കെല്ലാം മന്ത്രദീക്ഷ കിട്ടിയിട്ടുണ്ടല്ലേ, നാമം ജപിച്ച് അർത്ഥഭാവനം ചെയ്യണം. തജ്ജപസ്തദ് ഭാവനം. അമ്മ സമാധിയിൽ മുഴുകി ഒന്നും പറയണ്ട, അങ്ങനെയായിരിക്കും, ചിരിക്കേണ്ട. അപ്പൊ എങ്ങനെയാണ് ജപം ചെയ്യുന്നു? അവർ പറയുന്നു, സ തു ദീർഘകാല, ഫോർ എ ലോങ് ടൈം, നൈരന്തരീയ, തുടർന്ന്, സതു ദീർഘകാല നൈരന്തരീയ, നിരന്തരമായിട്ട്, നോ ബ്രേക്ക്. നമുക്ക് എത്ര ബ്രേക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ ഇടയ്ക്ക്. സാമാന്യ 5 മിനിറ്റ് നാമജപം ചെയ്യാം, ബ്രേക്ക് ഉണ്ടായില്ലേ? മനസ്സോടെ സ്വഭാവമാണ്, കുറ്റമായിട്ട് എടുക്കേണ്ടത്. കാരണം നമ്മുടെ കുറ്റപ്പാടുകൾ, നമ്മുടെ ബലഹീനങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റും. ഇത് നെഗറ്റീവ് അല്ലാണ്, ഇറ്റ് ഈസ് മോസ്റ്റ് പോസിറ്റീവ്. എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് ഞാൻ അറിയണം, അറിഞ്ഞത് സ്വീകരിക്കണം. എനിക്ക് ഷുഗർ ഉണ്ടെന്ന് ഞാൻ അറിയണം, സ്വീകരിക്കണം. ഞാൻ കള്ളം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞത് സ്വീകരിക്കണം. പിന്നെയാണ് സത്യം പാലിക്കാൻ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാകാൻ പറ്റും. ഔൺസ് ഓഫ് പ്രാക്ടീസ് ഈസ് ബെറ്റർ ദാൻ ടൺസ് ഓഫ് ടോക്സ്. വിവേകാനന്ദ സ്വാമിജി രാജയോഗത്തിൽ എഴുതുന്നുണ്ട്, ഒരു തുളി അഭ്യാസം 1,00,000 പ്രഭാഷണത്തിന് സമമാണ്. പ്രാക്ടീസ് സതു ദീർഘകാല, എത്രയോ കൊല്ലം, ദീർഘകാലം, നൈരന്തരീയ, തുടർന്ന് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം? തുടർന്ന് സത്കാരാസേവിത. ആരോ പറഞ്ഞു, ആര് പറഞ്ഞു? സത്കാരാസേവിത, പ്രേമത്തോടെ ചെയ്യണം. ഗുരു മന്ത്രം കൊടുത്തു, 108 ജപിക്കണം, ജപിക്കില്ലെങ്കിൽ ഏതെങ്കിലും നഷ്ടമുണ്ടാകും. ഒരു കുഴപ്പമില്ലാണ്, ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലേ.
മനസ്സ് സ്വയമായിട്ട് പ്രവാഹിച്ച് ചരക്ക് കുടിക്കുന്ന ആള് വിചാരിച്ച് പ്രയത്നം ചെയ്ത് കുടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. സ്വരസവാഹി, തൻ്റെ പ്രവാഹത്തിൽ പ്രവാഹിക്കുന്നു. അത് എഫേർട്ട്ലെസ് സ്പോണ്ടേനിറ്റി എന്ന് പറയും. അത് നരമ്പ് നാഡികളിൽ ഉള്ളിലേക്ക് ഊരണം. അത് ശ്രീരാമകൃഷ്ണ ദേവനോട് ജീവിതം കണ്ട് വിവേകാനന്ദ സ്വാമിജി ഇതാണ് ശിക്ഷയുടെ വ്യാഖ്യാനമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കേൾക്കാം. എഡ്യൂക്കേഷൻ ഈസ് നെർവസ് അസോസിയേഷൻ ഓഫ് ഐഡിയാസ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നെർവസ് അസോസിയേഷൻ ഓഫ് ഐഡിയാസ്. എന്താണ് നെർവസ് അസോസിയേഷൻ? ശ്രീരാമകൃഷ്ണ ദേവൻ സത്യം പറയാം ഒരു ശീലം പാലിച്ചിരുന്നു. ആ സത്യം പറയുന്ന ശീലം അവരുടെ നരമ്പ് നാഡിയോട് തുടർബ് കൊണ്ടിരുന്നു. അത് കാരണം സ്വാഭാവികമായിട്ട് അത് പ്രവർത്തനങ്ങളിൽ കാണാൻ കിട്ടി. ഒരു ദിവസം ശ്രീരാമകൃഷ്ണ ദേവൻ ഒരാളോട് വാക്ക് പറഞ്ഞിരുന്നു, ഇന്ന് വൈകിട്ട് 5 മണിക്ക് നിങ്ങളെ വന്ന് കാണും. അന്ന് ഒരുപാട് ശിഷ്യന്മാർ ഭക്തന്മാർ വന്ന് ആനന്ദ കമ്പോളമുണ്ടായി, ഭജന നൃത്യമെല്ലാം ആടി. ഭഗവാൻ മറന്നുപോയി. 7 മണിയായതും അവർക്ക് ദേഹത്തിൽ ശരീരത്തിൽ ഒരു ഉപദ്രവം ഉണ്ടായി, ഒരു അനീസിനെസ്. ഭഗവാൻ വിചാരിച്ചു, എന്താണ് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച പിന്നെ മനസ്സിലായി, ഞാൻ വാക്ക് കൊടുത്തിരുന്നില്ല അദ്ദേഹത്തെ വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്തിൽ 7-7:30 ഭഗവാൻ പറഞ്ഞു, മണി 12 ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ലാണ്, എൻ്റെ വാക്ക് പാലിക്കണം. കാരണം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സത്യം പരം ധീമഹി. ഭൂമാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ എഴുതിയിട്ടുണ്ട്. ഹരിക്കാൻ ലണ്ടനെ എടുത്തിട്ട് ഓടി ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവൻ. ഓടി അവരുടെ വലിയ പണ്ടകാലത്ത് ഒരു കഥവ് ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ഒരു കഥവുണ്ട്, വിക്കറ്റ് ഗേറ്റ് എന്ന് പറയും. ആ കഥവ് തുറന്ന് തൻ്റെ കാല് അവരുടെ വീട്ടു മണ്ണിൽ വെച്ച് മിതിച്ച് പറഞ്ഞു, എടേ ഞാൻ വന്നിട്ടുണ്ട്, ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ലാണ്, 5 മണിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ മറന്നുപോയി ഇതോ. പക്ഷെ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. 3 പ്രാവശ്യം അവരെ വിളിച്ചു, അവർ വന്നിട്ടില്ലാണ്. എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു, സത്യം പാലിച്ചു. കാരണം ബ്രഹ്മം സത്യസ്വരൂപമാണ്. എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഞാൻ സത്യം പാലിക്കില്ലെങ്കിൽ ആ സത്യസ്വരൂപിയെ എൻ്റെ ഉള്ളിൽ എങ്ങനെ ഇറക്കാൻ പറ്റും? കാരണം സത്യം ഒന്നാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ അഖണ്ഡ രസത്തെ കൊണ്ടുവരുന്നത്. ബ്രഹ്മം അഖണ്ഡമാണ് അല്ലേ? നിങ്ങളുടെ സ്വഭാവം ഖണ്ഡിത വ്യക്തിത്വമാണ്. എന്താണ്? ശരീരം, മനസ്സ്, വാക്ക് അല്ലേ? 3 ലെയറുണ്ട് നമുക്ക്. വാച, മനസ, കർമ്മണ. ഈ 3ഉം ഒന്നായാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു ഐക്യത ഉണ്ടാകുന്നു. അപ്പോൾ വ്യക്തിത്വത്തിൽ ഐക്യത ഉണ്ടാകണമെങ്കിൽ എന്താണ്? പറഞ്ഞത് ചെയ്യണം, പറഞ്ഞത് ചിന്തിക്കണം. ഞങ്ങൾ പറയുന്ന ഒന്ന്, ചെയ്യുന്നത് ഒന്ന്, ചിന്തിക്കുന്ന ഒന്ന്. എല്ലാം കള്ളന്മാരാണ് അല്ലേ? എല്ലാം ഡിപ്ലോമാറ്റ്സ് ആണ്. ഫോറിൻ കൺട്രി ഡിപ്ലോമാറ്റ്സ്. പറയുന്ന ഒന്ന്, ചിന്തിക്കുന്ന ഒന്നത്, ചെയ്യുന്ന വേറാണ്. ഈ സമയം ജയശങ്കർ എക്സ്റ്റേണൽ മിനിസ്റ്റർ നന്നായിട്ട് കൊടുത്തു. അവർ പറഞ്ഞു, വെസ്റ്റ് ഹാസ് ടു ചേഞ്ച് ദി മൈൻഡ് സെറ്റ്. They think the problems of the West is world problem, but the problems of the world is not West and Europe's problem. ശ്രീരാമകൃഷ്ണ ദേവൻ പറഞ്ഞു, നോക്ക്, ലാക്ക് ഓഫ് ഇൻറ്റഗ്രിറ്റി, നൈതികത ഇല്ലയാണ് അവരുടെ ചാരിത്രത്തിൽ, സ്വഭാവത്തിൽ. മനസ്സും വാക്കും കർമ്മവും ഒന്നായിരിക്കണം, പിന്നെയാണ് നിങ്ങൾ സത്യവാന്ന് പറയാൻ പറ്റും. അപ്പം നമ്മുടെ ഈ വ്യക്തിത്വം ഒരു ഐക്യ വ്യക്തിത്വമായി ഇരുന്നാൽ അഖണ്ഡ വ്യക്തിത്വമായി മാറും. ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി, ഹോൾ പേഴ്സണാലിറ്റി. ഹോൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായുള്ള വ്യക്തിത്വം. ഹോൾ പേഴ്സണാലിറ്റി ഈസ് ഹോലി പേഴ്സണാലിറ്റി. ഇപ്പോൾ സന്യാസി ഇവിടെ സംസാരിച്ച്, അവിടെ കള്ളം പറഞ്ഞ്, അവിടെ കൈക്കൂലി മേടിച്ച്, അവിടെ ചാരായം കുടിച്ചാൽ നിങ്ങൾ എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വരുമോ? സന്യാസി എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്? സന്യാസി എന്താ സംസാരിക്കുന്നോ അങ്ങനെ പ്രവർത്തിക്കുന്നോന്ന് നോക്കുന്നു. ഗൃഹസ്ഥൻ അങ്ങനെ നോക്കുന്നില്ലല്ലോ നിങ്ങൾ. ഗൃഹസ്ഥൻ അമ്പലത്തിൽ പോകും,
തിരുപ്പതിയിൽ പോയി മേടിച്ച കൈക്കൂലി തിരുപ്പതി ഉണ്ടിപ്പെട്ടിയിലിടും അവർ. പിന്നെയും പറഞ്ഞു എന്താ വലിയ ഭക്തനാണ്, സംഭാവന കൊടുത്തില്ലേ. ഇപ്പം എനിക്ക് ഒരാൾ സംഭാവന അയച്ചിരുന്നു, പാൻ നമ്പർ ചോദിച്ചു. ഓൺലൈനിലാണ് അയച്ചിട്ടുള്ളത് ഡൊണേഷൻ. സ്വാമിജി പാൻ നമ്പർ ഇല്ലയാണ് ഞങ്ങളുടെ കയ്യിൽ. ഞാൻ പറഞ്ഞു ചേട്ടാ അത്ര മണ്ടനാണോ ഞാനും അക്കൗണ്ട്സ് സ്റ്റുഡൻ്റ് ആണ്, പാൻ നമ്പർ ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലയാണ് അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു ഇത് റിട്ടേൺ അയക്കാം, എനിക്ക് ആഗ്രഹം ഉണ്ടാകുന്നു. റിട്ടേൺ അയച്ചാൽ നിങ്ങളുടെ സംഭാവന തിരിച്ച് അയക്കുമ്പോൾ നിങ്ങൾ അപമാനമായി പോകും, പക്ഷെ ഞങ്ങളുടെ ധർമ്മത്തിൽ ബ്ലാക്ക് മണിയായി പോകും ഇത്. പിന്നെ ഓക്കെ അയക്കാൻ പറഞ്ഞു, ഇന്നലെ അയച്ചത്. സ്വാമിജിയും ബ്ലാക്ക് മണി കളക്ട് ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞാൽ, ഓ സ്വാമി സംസാരിക്കുന്നത് വേദാന്തമാണ്, പക്ഷെ പ്രവർത്തിക്കുമ്പോൾ നാദാന്തമായി പോയത്. അപ്പൊ ഇവിടെ ഐക്യത വന്നാൽ അഖണ്ഡ ബ്രഹ്മത്തിൽ എല്ലാം പൂർണ്ണമാണ്, അതിൽ അല്പമോ ഇല്ല വിഭാജനമോ വിഭാഗമോ ഇല്ലയാണ്. അപ്പോൾ ആ പരബ്രഹ്മത്തെ പിടിക്കണമെങ്കിൽ നമുക്കും അഖണ്ഡമാകണം. ഈ അഹങ്കാരം അഖണ്ഡാകാരത്തിൽ ലയിക്കണമെങ്കിൽ ഇതും അഖണ്ഡാകാരമാകണം അല്ലേ. അഹങ്കാരം അഖണ്ഡാകാരത്തോടെ നിഴലാണ്. നിങ്ങൾക്ക് വലിയ ഏതെങ്കിലും ഉണ്ടോ അഹങ്കാരം? ഞാനെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഉണ്ടോ? ആ അഹങ്കാരത്തോടെ നിഴലാണ്, അഖണ്ഡാകാരത്തോടെ നിഴലാണ് അഹങ്കാരം. അഹം സോഹം അവരുടെ നിഴലാണ് ഞാൻ. ഇത് പരിശുദ്ധമാകുമ്പോൾ അഖണ്ഡാകാരം എന്താകും? എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കാമങ്ങൾ, എൻ്റെ രാഗങ്ങൾ, എൻ്റെ ദ്വേഷങ്ങൾ, എൻ്റെ എല്ലാം പോയാൽ അഖണ്ഡേ വിലീനമാകും. എൻ്റെ പോയാൽ അഖണ്ഡത്തിൽ വിലീനമാകും. ഇപ്പൊ എൻ്റെ പറയുന്നതാണ് അഹങ്കാരം. എൻ്റെ ഓർമ്മകളാണ് തുടർന്ന് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഓർമ്മകൾ വരണം. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, മേற்கு പോകണമെങ്കിൽ കിഴക്ക് വിടണമെന്ന് പറയണ്ട, മേற்கிനേക്ക് പോയാൽ കിഴക്ക് സ്വാഭാവികമായിട്ട് പോകും. അപ്പോൾ ഈശ്വര സ്മരണ ഉണ്ടാകണമെങ്കിൽ നൈരന്തര്യം സത്കാരാസേവിതോ, ഒരു ഭയങ്കര ലോഭത്തോട് പോകണം. ഈശ്വരൻ എനിക്ക് വേണം, ധ്യാനം ചെയ്യണം. അങ്ങനെ എൻ്റെ വ്യക്തിത്വം പൂർണ്ണമായിട്ട് അതിൽ പ്രവാഹിക്കണം. ഹോൾ ഹാർട്ടഡ്, ഹൃദയംഗമായി ഈശ്വര നാമത്തെ ജപിക്കാം. ആഗ്രഹം ഉണ്ടാകണം, വിശപ്പ് ഉണ്ടാകണം. ആദ്യം സത്കാരാസേവിതോ, ഫോഴ്സ് ചെയ്തോ എനിക്ക് ഇത്ര സാധനം ചെയ്യണം, ഇതൊരു ആധ്യാത്മിക ധർമ്മമാണ് എൻ്റെ, അങ്ങനെയെല്ലാം നോക്കാതെ വൃന്ദാവനത്തിൽ അവർ പറയും 100 കന്നുകുട്ടികൾ ഓടി വരും. എത്ര പശുക്കൾ இருந்தாലും ഒരു കന്നുകുട്ടിയും അടുത്ത തൻ്റെ തായല്ലാതെ അമ്മയല്ലാതെ പശുവോട് അടുത്തത് പോകുന്നില്ലാണ്. എന്താ ബ്യൂട്ടിഫുൾ അല്ലേ. സന്ധ്യാസമയത്തിൽ ഗോധൂലി സമയമാണ്. ഈ കന്നുകുട്ടികളെല്ലാം ഓടി വരണം. 100 കന്നുകുട്ടികൾ, അവിടെ 100 പശുമാടുകളുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഈശ്വരനോട് അടുത്ത് ഓടിപ്പോകുന്നോ ഇല്ലയോ? അതാണ് സത്കാരാസേവിതോ. വളരെ പ്രേമത്തോട്, പ്രണയത്തോട്. പ്രണയത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അയ്യോ ഭ്രാന്തനായി കിടക്കും അല്ലേ. വേറെ ഒന്നും ചിന്തയില്ലാണ് അവനക്ക്, എപ്പോഴും നോക്കിയാലും ഇതാണ്. ഹോൾ മൈൻഡ്, ഒരു പ്രയാസമോ പരിശ്രമോ ഇല്ലാതെ ആ സ്മരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അതാണ് സത്കാരാസേവിതോ. അടുത്തത് നല്ല ഒരു പദം പറഞ്ഞു, ദൃഢഭൂമിഹി. ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമിഹി. ഈ ചെടി നടുമ്പോഴത് 1 മാസം 2 മാസം അയാൾ പരിച്ചാൽ പെട്ടിന് വേരോട് വരും. പക്ഷെ ആ ചെടി മരമായാൽ JCB വെച്ചേ എടുക്കാൻ പറ്റും. പിന്നെയും ഒരു വേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ പറയാൻ പറയുന്നത്. ധ്യാനയോഗം നമുക്ക് അഭ്യാസിക്കുമ്പോൾ സ്വയമായിട്ട് അങ്ങോട്ട് പ്രവാഹിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാക്കണം. ഞാൻ ചില കരുത്തുകൾ എടുക്കുന്നുണ്ട്. കാരണം
ഒരാഴ്ചയായിട്ട് ധ്യാന യോഗത്തോടെ പല ശ്ലോകങ്ങൾ നിങ്ങൾക്ക് ഒരു പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതോടെ ബേസിസ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സോടെ പ്രവാഹം, മെഡിറ്റേഷൻ ധ്യാനത്തോടെ ബേസിസ് അടിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സ് ആഴ്മനസ്സിലെന്ന് പ്രവാഹിച്ച് അങ്ങോട്ട് ഓടണം. തതഃ പ്രത്യയ ഏകതാനത ധ്യാനം. ഏകതാനത തൈലധാര മാതിരിയായിട്ട് ഒരേ വിഷയം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഒരേ വിഷയം വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നാൽ ജനങ്ങൾ എന്താ പറയും? എന്താ പറയും ജനങ്ങൾ? എന്താ പറയാ? മെന്റൽ. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും ഈ പാട്ട്, അനൂപ് ജലോട്ടാவோட ഒരു പാട്ട്, ഐസി ലാഗി ലഗൻ മീരാ ഹോ ഗയി മഗൻ ഓ തോ ഗലി ഗലി ഹരി ഗുണ ഗാനേ ലഗി. മീര അങ്ങനെ മഗ്നനായി പോയി. എങ്ങനെ മഗ്നനായി? എങ്ങനെ? അത് ലഗൻ. ലഗൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ, തുടർബ്. മീര മെഹലോമേ പലി ബൻകെ ജോഗൻ ചെലി. അരൺമണയിലിരുന്ന മീര ആണ്, സാമാന്യ വ്യക്തിയല്ലാണ്, ഒരുപാട് സുഖഭോഗങ്ങൾ ഉള്ള വ്യക്തി മീര റാണി. മീര റാണി ദിവാനി കഹാനേ ലഗി. ജനങ്ങൾ പറഞ്ഞു മെന്റലാണ് ഈ റാണി. ഓ തോ ഗലി ഗലി ഹരി ഗുണ ഗാനേ ലഗി. മീര സരിത സാഗർ മേ സമാനേ ലഗി. മീര ഒരു ചെറിയ ഓടയാണ്. ഓടയെന്ന് പറഞ്ഞാൽ ഗട്ടറല്ലയാണ്, ഒരു ഒഴുക്ക് മതി. സമുദ്രത്തിൽ ലയമായി. എങ്ങനെ? ഓ തോ ഗലി ഗലി ഹരി ഗുണ ഗാനേ ലഗി. संतन संग बैठी लोक लाज कोई खुल की खान चाड़ गई क्या करेगा कोई. എല്ലാവരും പറഞ്ഞു അയ്യോ അരൺമണയിലുള്ള മരുമകളാണ്, ഇങ്ങനെ ഭ്രാന്തന്മാതിരിയായിട്ട് റോഡെല്ലാം ചുറ്റിത്തിരിയുന്നുണ്ട്, ഗോവിന്ദ് ഗോപാൽ ഗാനേ ലഗി. മെന്റൽ എന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു എവറിബഡി ഈസ് എ മെന്റൽ. ലോകത്തിലെ എല്ലാവരും ഭ്രാന്തന്മാരാണ്. ചിലർ പെൺകൾക്കായിട്ട് ഭ്രാന്തനാണ്, ചിലർ പണത്തുക്കായിട്ട് ഭ്രാന്തനാണ്, ചിലർ പദവി പേര് പുകഴക്കായിട്ട് ഭ്രാന്തനാണ്. ഞാൻ ഈശ്വരനക്കായിട്ട് ഭ്രാന്തനാണ്. ഈ ഭ്രാന്ത് പിടിച്ചാൽ മറ്റു ഭ്രാന്തെല്ലാം കംപ്ലീറ്റ് മാറിപ്പോകും. അതാണ് ധ്യാനത്തോടെ തുടക്കം. ബിഗിനിങ് ഓഫ് ദി മെഡിറ്റേഷൻ ഈസ് വെൻ യു ആർ നോട്ട്. നിങ്ങളില്ലാത്ത സമയം നിങ്ങളെ മറക്കണം, എന്നെ ഞാൻ മറക്കണം. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മറക്കുമ്പോൾ ശ്രീകൃഷ്ണൻ എന്നോട് പറയുന്ന, സ്വാമി അനാശ്രിത കർമ്മഫലം കാരയം കർമ്മ കരോതി യഹ സ സന്യാസി. എന്താ പറഞ്ഞു കൃഷ്ണ? എന്താടാ കേൾക്കുന്നില്ലയോ നീ? ഫിസിക്കലി പ്രസന്റ്, മെന്റലി ആബ്സെന്റ്. മനസ്സ് എവിടെയോ ചാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ റോൾ കോൾ അറ്റൻഡൻസ് എടുക്കും. 441, 442, യെസ് സാർ, യെസ് സാർ, യെസ് സാർ. 470, 470, തേർഡ് ടൈം 470, ആബ്സെന്റ്. 471, 472, അങ്ങനെ അവസാനം പറയും ആബ്സെൻറ്റീസ് 470, യെസ് സാറിന് പറയും. കാരണം ആ സമയത്തിൽ മനസ്സ് എവിടെയോ പോയിരുന്നു. പ്രസന്റ് സാർ, ഫിസിക്കലി പ്രസന്റ്, മെന്റലി ആബ്സെന്റ്, ടോട്ടലി ആബ്സെന്റ്. മെമ്മറി ലിങ്ക് ഉണ്ടാകുന്നില്ലാണ്. നമ്മുടെ ഓർമ്മത്തിൽ ആഴ്മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ വേര് പിടിക്കുന്നില്ലാണ്. വിത്ത് ഞാൻ ഇട്ടു, ശ്രീകൃഷ്ണ ഇസ് ത്രോയിങ് ദ സീഡ്സ് ഓഫ് ട്രൂത്ത്. സത്യത്തോടെ വിത്തുകൾ അങ്ങനെ വിതയ്ക്കുന്നുണ്ട്, പക്ഷെ അവിടെ വേര് പിടിക്കുന്നില്ലാണ്. കാരണം ചഞ്ചലം ഹി മനകൃഷ്ണ. അത് കാരണമായിട്ടാണ് ശ്രീകൃഷ്ണ ഒരുപാട് ഗഭീരമായിട്ട് ആഴമായിട്ട് ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ട്. നമുക്ക് അത്ര ചിന്തിക്കാൻ കഴിവില്ല. അതാണ് പ്രോബ്ലം. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോത്യഹ. അനാശ്രിതൻ പറഞ്ഞാൽ എന്താണ്? ഇച്ഛിക്കാതൻ പറഞ്ഞാൽ എന്താണ്? അൺഅറ്റാച്ച്ഡ്. പ്ലാസ്റ്റിക് പേഴ്സണാലിറ്റി. പ്ലാസ്റ്റിക്കിലെ വെള്ളം പെട്ടാൽ ആ പ്ലാസ്റ്റിക്കിലെ ഉള്ളിലേക്ക് വെള്ളം ഊറിപ്പോകുമോ? എൻ്റെ ഈ മുണ്ടിൽ പെട്ടാൽ വെള്ളം പെട്ടെന്ന് ഉള്ളിലേക്ക് ഇറങ്ങും, പ്ലാസ്റ്റിക്കിൽ ഇറങ്ങുമോ? അതാണ് പ്ലാസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നോൺ അറ്റാച്ച്മെന്റ്. ഇപ്പോൾ ഈ അറ്റാച്ച്മെന്റ് ആണ് സംഘഹ. സംഘസ്തേഷു ഉപജായത്തെ. ഈ സംഘം വരുമ്പോഴാണ് അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ട് ഉള്ളിലേക്ക് അത് അവിടെ പോയി താമസിക്കാൻ തുടങ്ങുന്നു, റെന്റ് കൊടുക്കാതെ.
അല്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വാടക റെന്റ് കൊടുക്കാതെ എത്ര ഓർമ്മകൾ ഉള്ളിലെ കുടികൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടല്ലോ. കൃഷ്ണൻ സംസാരിക്കുന്നു, ഞാൻ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഇടയ്ക്ക് എവിടെന്തോ ഒരാൾ വരുന്നുണ്ടല്ലോ അവിടെ. ആരടാ വിളിച്ചു? ആരും വിളിച്ചില്ല, പക്ഷെ വരുന്നുണ്ട്. എന്താണ്? എന്താ സംസാരിച്ചില്ല? ഒരു ദിവസം ബുദ്ധൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ഭഗവാൻ ബുദ്ധനും ധ്യാനത്തോടെ ഒരു മാസ്റ്ററാണ്. സെൻ മെഡിറ്റേഷൻ അവിടെ നിന്നാണ് തുടങ്ങിയത്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരടി അടിച്ചു, കൊതുവ് അങ്ങനെ കളഞ്ഞു. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞതും കൊതുവ് എടുത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ അവരുടെ പ്രിയ ശിഷ്യൻ ആനന്ദൻ ചോദിച്ചു, പ്രഭു, കൊതുവെ ഓൾറെഡി അടിച്ച് കളഞ്ഞു, ആ മരിച്ച കൊതുവ് വീണ്ടും തൊടയിലെ വെച്ച് വീണ്ടും എന്താക്കാണ് അടിച്ച് പുറത്താക്കി? ഓ, നല്ല ചോദ്യം ചോദിച്ചു. ദിസ് ഈസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ കൊതുക് കടിച്ചതും നെർവസ് റിയാക്ഷനിൽ പടക്കണ അടിച്ചത് പോയി. അത് മെക്കാനിക്കൽ ആക്ഷനാണ്, യന്ത്രഗതിയിലാണ് ചിന്തകൾ, ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ പ്രവാഹിച്ചു കൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ ആ ചിന്ത ഉദയമാകുമ്പോഴത്തെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓം നമ ശിവായ മോഹൻലാൽ ഗെറ്റ് ഔട്ട്, ഓം നമ ശിവായ വിരാട് കോഹ്ലി ഗെറ്റ് ഔട്ട്, ഓം നമ ശിവായ നരേന്ദ്രമോദി ഗെറ്റ് ഔട്ട്, ഓം നമ ശിവായ ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. യഥാ ദീപോ നിവാതസ്ഥോ ന ഇംഗത്തെ സ ഉപമാ സ്മൃത. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കാതെ ദീപജ്വാല മാതിരിയായിട്ട് സ്ഥിരമായിട്ട് നിൽക്കണം. അപ്പോൾ നോൺ അറ്റാച്ച്മെന്റ്. അത് കാരണമായിട്ടാണ് ആദ്യം ശ്രീകൃഷ്ണൻ തുടങ്ങുന്നത് അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സന്യാസി ച യോഗി ച നച്ച നിരഗ്നിർ നച്ച അക്രിയ. കർമ്മം ചെയ്യാതെ കാരണം ഒരാൾ യോഗിയോ സന്യാസിയോ ആകാൻ പറ്റില്ലാണ്. ആരാണ് സന്യാസി? നിങ്ങളും സന്യാസിയാകാൻ പറ്റും. അനാശ്രിത, അറ്റാച്ച്മെന്റ് ഇല്ലയാണ്. അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ എന്താകും? സംസ്കാരങ്ങൾ ഉണ്ടാകുന്നില്ലാണ്. സംസ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താകും? മെമ്മറി റെസിഡ്യൂ അത് കുറവായിട്ടിരിക്കും. ഈ റെസിഡ്യൂ ആണ് വീണ്ടും വീണ്ടും ചാടി വന്നുകൊണ്ടിരിക്കുന്നത്. ആ റെസിഡ്യൂ എന്താണ്? നിങ്ങളുടെ വ്യക്തിത്വമാണ്. ദാറ്റ് ഈസ് യുവർ പേഴ്സണാലിറ്റി. യു ആർ ദാറ്റ്. തത്വമസി. 2 തത്വമസി ഉണ്ട്. ഒന്ന് ഇപ്പോഴുള്ള തത്വമസി, അടുത്തത് വേദാന്തത്തോട് തത്വമസി അല്ലേ? ഇപ്പം ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ട്. ഇത് മനസ്സിലാകണമെങ്കിൽ തുടർന്ന് ഇഷ്ടദേവനുടെ മന്ത്രജപം ജപിച്ച് മനസ്സ് സ്ഥിരമായി അതിൽ ലയിച്ച് വേർപിടിക്കണം. ഇങ്ങനെ വേർപിടിച്ചാൽ എന്താകും അറിയുമോ? നിങ്ങൾക്കും ഒരുപാട് അനുഭവം ഉണ്ടായിരിക്കും. പക്ഷെ അനുഭവത്തിലിരുന്ന് നമുക്ക് പഠിക്കണം. എരുമമാട്ടുക്കും അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എല്ലാ ജന്തുക്കൾക്കും അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ അനുഭവം നിങ്ങളുടെ അറിവ് മലരാൻ കാരണമായിരിക്കണം. അതർവൈസ് എക്സ്പീരിയൻസ് ഹാസ് ഗോട്ട് നോ മീനിങ്. എക്സ്പീരിയൻസ് എല്ലാ ജീവജന്തുക്കൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും. അനുഭവത്തിലിരുന്ന് നമ്മുടെ അറിവ് വിടർന്ന് വരണം, മലർന്ന് വരണം. എക്സ്പീരിയൻസ് ഷുഡ് ലീഡ് ടു ദി ബ്ലോസമിങ് ഓഫ് ഇൻ്റലിജൻസ്. ഇല്ലെങ്കിൽ എരുമമാട് അതും പോയിക്കൊണ്ടിരിക്കുന്നു, പട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മളെക്കാട്ടിലും അത് കൂടുതൽ മിടുക്കണാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുന്നുണ്ട് പട്ടി. പൂർവ്വങ്ങളെല്ലാം ഉയർത്തി പട്ടിയും ചിന്തിക്കുന്നുണ്ടല്ലേ. ഞങ്ങളുടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അവർ രാത്രി 10 മണിക്കാണ് ഞങ്ങളുടെ നാഗ്പൂർ ആശ്രമത്തിക്ക് വന്നിരുന്നു. വന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് 10 മണിക്ക് അവരും അവരുടെ ഫ്രണ്ടായിട്ടുള്ള മറ്റൊരു സ്വാമിജിയും മോങ്സ് ക്വാർട്ടർ സാധു നിവാസോടെ മുകളിലുള്ള മാടിയിൽ, അവിടെ പാരപ്പറ്റ് വാൾ ഇല്ലയാണ്, അവിടെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. 10:30 10:45 10:50 വരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഇടയ്ക്ക് യാത്രയിൽ നിന്ന് പുതിയതായിട്ട് വന്ന ആ ഗസ്റ്റ് സ്വാമിയുടെ വാക്ക് കേൾക്കാൻ പറ്റാതെ പോയി. ഈ സ്വാമിജി സ്തംഭിച്ചു നിന്നു. എന്താ കാരണം? ഞാൻ സംസാരിക്കുന്ന ഉത്തരം പറയുന്നില്ലേ. നോക്കിയാൽ സ്വാമിജി അടുത്തില്ലയാണ്. ഈ എവിടെ പോയി? ഇപ്പോൾ ദില്ലിയിലിരുന്ന് നാഗ്പൂർ വന്നിരുന്നു, എൻ്റെ കൂടെ സംസാരിച്ച് എവിടെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ആ സ്വാമി താഴെ വിഴുന്ന് കിടക്കുന്നു. കാരണം വന്ന യാത്ര ടയർഡ്നെസ് ആണ്, ഉറക്കം വന്ന് താഴെ വീഴുന്നു.
ഇപ്പം ഇവിടെ തലയിലടിയാണ്, അൺകോൺഷ്യസ്. ഈ സ്വാമിജെല്ലാം ഭയങ്കര ടെൻഷനായിപ്പോൾ, അയ്യോ എന്തായി മരിച്ചോന്നോ അവർക്ക് ഡൗട്ടാണ്. മറ്റു സ്വാമിമാരെ വിളിച്ച് ആംബുലൻസെല്ലാം വിളിച്ചു. പക്ഷെ അവരെല്ലാം സ്തംഭിച്ചു പോയ ഒരു വിഷയം, ആ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ വിളിച്ചവർ സ്വാമിന് ഉത്തരം പറയുന്നില്ല, പക്ഷേ മന്ത്രം മറ്റും ഉറക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഫെൻറ്റാസ്റ്റിക് പവർ ഓഫ് ദ മൈൻഡ്, മനസ്സുടെ ശക്തി നോക്കാം. അത് കാരണമാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്. കുറച്ച് അല്പം അഭ്യസിച്ചാലും ഇത് നിങ്ങൾക്ക് ഫലം കൊടുക്കും, പൂർണ്ണ വിശ്വാസം വെക്കാം. ഈ ധ്യാനയോഗത്തിലാണ് ശ്രീകൃഷ്ണൻ നമുക്ക് സനാതന ധർമ്മത്തിൻ്റെ വിശ്വാസങ്ങളെ ഉറപ്പാക്കുന്നത്. സ്റ്റെബിലൈസിങ് ദ ബിലീഫ് ഓഫ് സനാതന ധർമ്മ. അതേ വിശ്വാസങ്ങളെയാണ് മറ്റു ധർമ്മങ്ങളിലുള്ള ആൾക്കാർ പറയും, പുനർജന്മം, മണ്ടന്മാരാണ് ഈ ഹിന്ദുക്കൾ, ഒന്നും അറിയില്ലയാണ് പുനർജന്മം. ആരടാ പറഞ്ഞു? കണ്ടോ പുനർജന്മത്തെ? കണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ ശ്രീകൃഷ്ണൻ ഇതിൽ ഉറപ്പാക്കുന്ന ധ്യാനയോഗത്തിൽ. അടുത്ത് നമുക്ക് പോകാം ആ ശ്ലോകങ്ങളിൽ. ഇത് നമുക്ക് അറിയുമ്പോൾ ഈ ധ്യാനത്തിൽ നമുക്ക് ഉള്ള ആഗ്രഹം, ഇൻട്രസ്റ്റ്, ഇത് സത്യമാണെന്ന് ഉറപ്പാകുമ്പോൾ പൂർണ്ണ മനസ്സോട് ഹൃദയംഗമായി ഈ ധ്യാനയോഗത്തിൽ നമുക്ക് പ്രവേശിക്കാം, ഒരു അർഹത ഉണ്ടാകും. ഇറ്റ് ഈസ് ട്രൂ. ഇതുവരെ അത് പിടികിട്ടാതെ കാരണം, ഉറപ്പാകാതെ കാരണം, ധ്യാനം ചെയ്താൽ മതിയോ ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ലാണ്. ദിസ് ഈസ് ട്രൂ. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ഒരു കള്ളൻ ശ്രേഷ്ഠ കള്ളനാണ്. അവന് താമസിക്കുന്ന അടുത്ത മുറിയിൽ 5 കിലോ തങ്കമുണ്ടെന്ന് അവനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റുമോ? അതുവരെ ഉറങ്ങാതെ ഉറങ്ങി, പക്ഷെ അവിടെ തങ്കമുണ്ടെന്ന് മനസ്സിലായതും എങ്ങനെ മോഷ്ടിക്കാൻ പറ്റും? അത് റെസ്റ്റ്ലെസ്, ചഞ്ചലം. അപ്പം അതുമാതിരിയായിട്ട് ധ്യാനം സത്യമാണ്, ഇത് നമുക്കൊരു നന്മ ഭയക്കുന്ന ഒരു വഴിയാണെന്ന് ഒരു പ്രാവശ്യം സത്യമായിട്ട് മനസ്സിലായാൽ പിന്നെ ധ്യാനത്തെ നിങ്ങൾ വിടുന്നില്ലാണ്. ഇപ്പം ഈ സ്വാമിജി ആംബുലൻസിൽ കൂട്ടിക്കൊണ്ടുപോയി മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ICUയിൽ വെച്ചു മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ICUയിൽ നിന്ന് പുറത്തെ കൊണ്ടുവന്ന് അവർ പറഞ്ഞു, സ്വാമിജി ഹെവി ഡാമേജ് ആണ്, സ്വാമിജി ഇന്നും 10 ദിവസത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇന്ന് 10ാം ദിവസം മരിക്കുന്നവരെ നാമം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉള്ളിൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ട്? ഡിവൈൻ ആൻഡ് ഹ്യൂമൻ. ഡെവിലും ഉണ്ട്. കാരണം ചാൾസ് ഡാർവിനോട് തിയറി, അമീബാവിൽ എന്താണ് ചിമ്പൻസിയായി, കുരങ്ങനായി, മനുഷ്യനായി. അപ്പോൾ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്, പശുക്കളുടെ ഇൻസ്റ്റിങ്ക്റ്റുമുണ്ട്, ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റുമുണ്ട്. ഇതേ ഉള്ളിലെ പരബ്രഹ്മം കുടികൊണ്ടുണ്ട്. സോ ഹ്യൂമൻ, ആനിമൽ ആൻഡ് ഡിവൈൻ മൂന്നുമുണ്ട്. ഈ ധ്യാനം ആനിമലിൽ നിന്ന് മനുഷ്യനായി, മനുഷ്യനിൽ നിന്ന് ഡിവൈൻ സ്വരൂപത്തിക്ക് പ്രവേശിക്കുന്ന ദ്വാരമാണ്. മെഡിറ്റേഷൻ ഈസ് ദ എൻട്രൻസ് ഫോർ ഹ്യൂമൻ ടു ബിക്കം ഡിവൈൻ. ഹരിദ്വാർ, കറക്റ്റ്. ഹരദ്വാർ ശൈവ മതമായിരുന്നാൽ ഹരദ്വാർ. എനിക്ക് ഈ മുതുകിൽ ഒരു ചെറിയ കട്ടിക്ക് എന്താ പറയും? സിസ്റ്റ്. മുഴ. അപ്പോൾ ബ്രഹ്മചര്യായിരുന്നു അപ്പോഴും ഞാൻ. ഇതെല്ലാം അപ്പോഴും വിചാരിച്ചിട്ടില്ലാണ്. ഇപ്പോഴും എനിക്ക് ബാക്ക്ഗ്രൗണ്ട് തോട്ട്സിൽ ഇത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ രാജസ്ഥാൻ ജയ്പൂരിൽ ഒരു ഡോക്ടറുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമിജി 4-5 ദിവസം ആൻറ്റിബയോട്ടിക്സ് എടുക്കണം, ഈ മുഴ ആഴമായിട്ട് പോയിട്ടുണ്ട്, അത് നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞു. അവർക്ക് ഒരു പേടിയാണ്, ബ്രഹ്മചര്യമാണ്, ഏതെങ്കിലും അസംഭാവിതം നടന്നാൽ, മരിച്ചാൽ പേടിച്ചവർ. അപ്പോൾ അത് മുൻപ് ദിവസം ഞാൻ അഷ്ടാവക്ര സംഹിത, വിവേകാനന്ദ സ്വാമിജിയുടെ കംപ്ലീറ്റ് വർക്ക്, ജ്ഞാനയോഗം, വേദാന്തം എല്ലാം ഞാൻ വായിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം പറഞ്ഞു, സ്വാമി ഇന്ന് ഓപ്പറേഷനാണ്, 10 മണിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ടേബിളിൽ എന്നെ കിടത്തി. അപ്പോൾ സ്വാമിജി എന്താണ്, സുഖമാണ്, എവിടെയാണ് ജനിച്ചത്, ഇതെല്ലാം സംസാരിച്ചു. ഇഞ്ചക്ഷൻ കൊടുത്തു. ഞാൻ വിചാരിച്ച ഒരു സിമ്പിൾ ഇഞ്ചക്ഷനാണ്, കാരണം ചെറിയ കട്ടിയാണ്, ഒരു സിസ്റ്റാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ജനറൽ അനസ്തീഷ്യ കൊടുത്തു അവർ. അടുത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇത് 10-10:30 മണിക്കാണ്, ഇത് റിയൽ സംഭവമാണ്. ഇത് കഴിഞ്ഞാണ് എനിക്ക് വിവേകാനന്ദ സ്വാമിജിയുടെ രാജയോഗത്തിൽ ആഴമായ ഒരു വിശ്വാസവും പിടിപ്പുണ്ടാവും. ഓ, ദിസ് ഈസ് കറക്റ്റ്, തോട്ട്സ് ആർ റിയൽ, മൈൻഡ് ഈസ് റിയൽ. അപ്പം ഈ ഉള്ളിലേക്ക് ഞാൻ മയങ്ങിപ്പോയി, അനസ്തെറ്റിക് ഇഫക്റ്റിൽ ഉള്ളിലേക്ക് ഇറങ്ങി വൈകിട്ട് 4 മണി ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ്
അതുവരെ എന്നെ അവിടെ അങ്ങനെ വെച്ചിരുന്നു. കാരണം പവർഫുൾ അനസ്തീഷ്യ കൊടുത്തിരുന്നത്, ജനറൽ അനസ്തീഷ്യ, ഇല്ലെങ്കിൽ ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എനിക്ക് എന്താണ് മനസ്സിലാക്കുന്നില്ലാണ്, എൻ്റെ ദേഹത്തോട് ബോധം എനിക്കില്ലയാണ്, പുറത്തെ ഉള്ള ഈ പ്രപഞ്ചത്തോട് ബോധം എനിക്കില്ലയാണ്. പക്ഷേ ഞാൻ സംസാരിക്കൊണ്ടിരിക്കുന്നത് മറ്റും എനിക്ക് കേൾക്കാൻ പറ്റുന്നു. ഞാൻ വിവേകാനന്ദ സ്വാമിജിയുടെ അദ്വൈത വേദാന്തം കുറിച്ച് ഒരുപാട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു സ്ഥലത്തിൽ അദ്വൈത വേദാന്തത്തിൽ ലോകത്തിലുള്ള എല്ലാ ജീവരാശികളുടെ ഐക്യമായി എല്ലാവരുടെ ഉള്ളിലും അതേ ആത്മനാണ് ഉള്ളതിന് സ്വാമി വിവേകാനന്ദൻ ലോകത്തിലുള്ള ജനങ്ങൾക്കാകെ പൊട്ടിക്കരയുന്ന ഒരു സംഭവമുണ്ട്. കാരണം മറ്റവരുടെ ദുഃഖം തൻ്റെ ദുഃഖമാണെന്ന് അവർ അങ്ങനെ പകിർന്നെടുത്തു. അപ്പോൾ ഈ കൊട്ടേഷൻ ഞാൻ പറയുന്നു, ഞാൻ വീണ്ടും വീണ്ടും ജനിച്ച് ജനങ്ങളുടെ ദുഃഖം തീർക്കാം, 1000 നരകങ്ങളെ അനുഭവിക്കാം ഞാൻ തയ്യാറായിട്ടുണ്ട്. May I be born again and again and suffer thousands of miseries so that I may worship the only God that exists, the sum total of human beings. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഞാനും ലോകത്തോട് ദുഃഖത്തോട് ഐക്യമായി എനിക്കും കണ്ണുനീർ പൊഴിഞ്ഞു കൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ അങ്ങനെ അഷ്ടവക്ര സംഹിത ഇതെല്ലാം സംസാരിച്ച് ഇടയ്ക്ക് പെട്ടിന് ലിഫ്റ്റിൽ ഇറങ്ങുന്ന മാതിരിയായിട്ട് ഞാൻ കണ്ടു. ടപ്പിന് താഴെ ഇറങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായോ ഞാൻ ദേഹത്തിൽ വന്നില്ല. പിന്നെ ചുറ്റുപാടിലുള്ള ജനങ്ങൾ ഹോസ്പിറ്റലാണ്, വേദനയിൽ കരയുന്നു, ഈ ശബ്ദങ്ങളും ഞാൻ കേൾക്കുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ നെറ്റിയിൽ അങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ണ് തുറന്ന് ചോദിച്ചു, ചേട്ടാ ആരാണ് നിങ്ങൾ? ഹു ആർ യു? മാഡം, സ്വാമി നിങ്ങളെ സൂചിക്കാം എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യു. ആരോടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്? ആരോടും അല്ലയാണ്, സ്വാമി ഉയർന്ന വേദാന്ത തത്വങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഒരു ക്ഷണം സ്തംഭിച്ചു പോയി. എൻ്റെ അറിവില്ലാതെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ എൻ്റെ ഉള്ളിലിരുന്ന് ഈ വേദാന്ത കരുത്തുക്കൾ പുറത്തെ വന്നുകൊണ്ടിരിക്കുന്നു. ദൃഢഭൂമി, ഈ ചിന്തകൾ ഉള്ളിലെ വേര് പിടിക്കുമ്പോൾ നിങ്ങളുടെ ഈ ബോധം, അഹങ്കാര ബോധം ഇല്ലെങ്കിൽ ഉള്ളിലെന്ത് സ്വഭാവത്തിലിരുന്ന് അത് പുറത്തെ വരണോ. അപ്പോൾ എനിക്ക് ഇത് മനസ്സിലായി. ഓ, കോൺഷ്യസ് മൈൻഡ്, ചേതന മനസ്, അചേതന മനസ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഉപചേതന മനസ്, ഇതെല്ലാം സത്യമാണ്. അപ്പോൾ ഞാൻ ശ്രവണം ചെയ്ത സത്യങ്ങൾ എവിടെയും പോയി പാഴായിട്ടില്ലാണ്, എൻ്റെ ഉള്ളിലേക്ക് അവിടെ കിടക്കുന്നു. ഇപ്പോൾ നോക്കാം, സുന്ദരമായിട്ടുള്ള ഒരു ശ്ലോകം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് 10-15 മിനിറ്റ് ചോദ്യങ്ങൾക്കായിട്ട് സമയം കൊടുക്കും. ചോദ്യത്തിലാണ് ഒരുപാട് നമുക്ക് ഡിസ്കഷൻ ചെയ്യാൻ പറ്റും. ഒരുപാട് ശ്ലോകങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതോടെ സാരമായിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. അത് ഇന്ന് ചുരുക്കി പറയാം നിങ്ങൾക്ക്. ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ കൃഷ്ണനോട് അർജുനൻ ആദ്യം പറഞ്ഞു, കൃഷ്ണ നീ പറയുന്ന സത്യമെല്ലാം എനിക്ക് മനസ്സിലാകുന്ന മാതിരിയായിട്ടുണ്ട്, പക്ഷെ എനിക്ക് പാലിക്കാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ അവരെന്താ പറഞ്ഞു? യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് മനസ്സ് ചഞ്ചലം കാരണമായിട്ട് ഹേ മധുസൂദന ഇത് എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റില്ലാണ്, അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാകണം. ഇറ്റ് ഈസ് റൈറ്റ്. പക്ഷേ റൈറ്റിന് മനസ്സിലായാലേ നമുക്കത് മതിയല്ലാണ്. ഉറപ്പായിട്ട് അത് കൺഫേം ആകണം നമുക്കത്. വെറുതെ ഇൻ്റലക്ച്വൽ കൺവിക്ഷൻ, ബുദ്ധിയുടെ സ്ഥലത്തിൽ നമുക്ക് മനസ്സിലായാൽ അടുത്ത ബുദ്ധിയുള്ള ആൾ വന്ന് നിങ്ങളുടെ തർക്കം മൂലമായിട്ട് നിങ്ങളെ തോർക്കടിച്ചാൽ എല്ലാം പൊടിയായി പോകും. അർജുനൻ അങ്ങനെ പറയുന്നു, ഈ മനസ്സ് ചഞ്ചലം അസ്ഥിരം ഏതസ്യാഹം ന പശ്യാമി. ശ്രവണം ചെയ്തു ഞാൻ, പക്ഷെ എനിക്ക് കാണാൻ കിട്ടുന്നില്ലാണ്. എന്താണ് നിങ്ങൾ പറയാൻ പറയുന്നത്? ഇറ്റ് ലുക്സ് റൈറ്റ്, ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു എക്സാക്ട്ലി സീറോ ഇൻ. എന്താണ് അത് മനസ്സിലായാലും ഉള്ളിലിരുന്ന് അത്ര ശക്തി നമുക്ക് ഉണ്ടാവും. വൺസ് മൈൻഡിൽ മനസ്സിൽ ക്ലിയർ ആയാൽ അത്ര ശക്തി ഉള്ളിലിരുന്ന് അങ്ങനെ പുറപ്പെട്ട് വന്ന് അത് സാധിക്കാം, നിങ്ങൾക്ക് അർഹത നൽകും. കറക്റ്റാണത്. ഇവിടെ ആ ഗ്രന്ഥി നോട്ട്
A plus B into A minus B. ഇപ്പൊ മനസ്സിലായില്ലേ? ആ സമയത്തിൽ മനസ്സിലാകാറുണ്ട്. ഹൗ ഇറ്റ് ക്യാൻ ബി ഒരു പ്രോബ്ലം സോൾവ് ആയതും മറ്റ എല്ലാ ചോദ്യങ്ങളും സോൾവ് ആയി. ഇവിടെ ക്ലിയർ ആകണം. ഇത് ക്ലിയർ ആകണമെങ്കിൽ മനസ്സ് എങ്ങനെ ഇരിക്കണം? ദീർഘകാല നൈരന്തര്യ സത്കാര സേവിത ദൃഢഭൂമിക്ക് സ്റ്റെബിലൈസ്ഡ് മൈൻഡ്. കേൾക്കുന്നത് പെട്ടെന്ന് ഇവിടെ ഉള്ളിലേക്ക് ഇറങ്ങിയതും ശ്രവണം ചെയ്ത വാക്കുകൾ തൻ്റെ ഫലന നമുക്ക് നൽകണം. അങ്ങനെ നൽകാൻ പറ്റുമോ സ്വാമീന്ന് നിങ്ങൾ ചോദിക്കാൻ പറ്റും. അത് കാരണമാണ് വേദാന്തത്തിൽ സാധന ചതുഷ്ടയ സമ്പന്ന പ്രമാത ശമദമാതി തിതിക്ഷ ഇതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മനസ്സ് അങ്ങനെ കാറ്റില്ലാത്ത സ്ഥലത്തിലുള്ള ദീപം പോലെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ, ഇത് ആരോടാണ് പറഞ്ഞത്? തത്വമസി ശ്വേതകേതോ തത്വമസി. ആരോട് പറഞ്ഞു? തത്വമസി ശ്വേതകേതോ. ശ്വേതകേതോയുടെ വയസ്സ് എത്രയാണ്? 54 സീനിയർ സിറ്റിസണോ അല്ലല്ല ശ്വേതകേതു. ചെറുകുട്ടിയാണ്. അവൾക്ക് എന്താ മനസ്സിലാകാൻ പറയാൻ പറ്റുമോ? പറ്റില്ലാണ്. ആ ചെറുകുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട്. നചികേതൻ ടീനേജറാണ്. മനസ്സിലായി യമൻ പറഞ്ഞതും. യമൻ ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടല്ലേ, ഇതെല്ലാം തിരിച്ച് പറയാം, എല്ലാം പറഞ്ഞു. ഈ മനസ്സാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തോടെ പ്രവേശദ്വാരം. സഫലം വിഫലത്തോടെ കാരണമാണ്. അത് കാരണമാണ് ഇത്രയെല്ലാം പറഞ്ഞ പിന്നെ അവർ ധ്യാനയോഗത്തെക്കുറിച്ച് പറയുന്നു. ഈ ഭഗവത്ഗീതയിലെ 2 ചാപ്റ്റർ ഏറ്റവും പ്രാധാന്യവും ആഴമായിട്ടുള്ളത്. ഒന്ന് 6-ാമതായ ധ്യാനയോഗം. ഇതാണ് റിയൽ പ്രായോഗിക ഭാഗം. മറ്റതെല്ലാം തത്വങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർ. പക്ഷെ ഈ തത്വങ്ങൾ വേര് പിടിച്ച് നിങ്ങൾക്ക് അനുഭവമായിട്ട് മാറണമെങ്കിൽ മെഡിറ്റേഷൻ, കർമ്മയോഗി, ജ്ഞാനയോഗി, ഭക്തിയോഗി, എന്ത് യോഗമായിട്ടിരുന്നാലും മനസ്സിന് ഈ മായ തീവെന്ന് പറഞ്ഞാൽ എന്താണ്? ഐലാൻഡ് അല്ലേ? ഇത് മൂലമായിട്ടാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റും. എനിക്കും പരബ്രഹ്മത്തിനും നടുവിൽ ഏതാണ് നിൽക്കുന്നത്? മനസ്സെടുത്താൽ ഞാൻ പരബ്രഹ്മമാണ്. വീതരാഗ ഭയക്രോധ. കൃഷ്ണൻ പറഞ്ഞു ഇത് മൂന്നെയും വിട്ട് കളയാമെന്ന്. ഞാൻ പറഞ്ഞു ഇത് മൂന്നെയും വിട്ട് കളഞ്ഞാൽ ഞാനും കൃഷ്ണനായി പോയില്ലേ. ഡിസ്റ്റിൽഡ് വാട്ടർ അത് ശ്രീകൃഷ്ണനാണ്. പെപ്സിക്കോല എന്താണ്? രാഗദ്വേഷ വികാരങ്ങൾ ഉള്ളിലെ മസാല ഇട്ടാൽ അത് പെപ്സിക്കോല, കൊക്കക്കോല, മാംഗോല, ഫ്രൂട്ടി. അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റിൽ ചെയ്താൽ എന്തായി? യുവർ കോൺഷ്യസ്നസ്. എൻ്റെ ഉള്ളിലെ രാഗദ്വേഷങ്ങളുണ്ട്, കൃഷ്ണനോട് ഉള്ളിലെ കൃഷ്ണ കോൺഷ്യസ്നസ്. എൻ്റെ കോൺഷ്യസ്നസ് എന്താണ്? എൻ്റെ ഓർമ്മകളാണ് അവിടെ പോയി മാലിന്യം ഉണ്ടാക്കുന്നത്. ആ മാലിന്യങ്ങളാണ് സ്മൃതിയായിട്ട്, സ്മരണങ്ങളായിട്ട്, ഓർമ്മകളായിട്ട് അവിടെ കിടക്കുന്നത്. ആ ഓർമ്മകളെ അവിടെ വടികട്ടി ഫിൽട്ടറാക്കി എടുത്താൽ എന്താ അവിടെ നിൽക്കുന്നത്? കൃഷ്ണ കോൺഷ്യസ്നസ്. അഹം കൃഷ്ണോസ്മി സദാശിവോഹം. ഇപ്പൊ എനിക്കും പരബ്രഹ്മത്തിനും ഒരു ഭേദമും അല്ലയാണ്. ഈ മസാല ഉള്ളിൽ ആരോ ഇട്ടിട്ടുണ്ട്. ആ മസാല ആണ്. അത് ഡബിൾ ഹോർസ് ആയിട്ട് ഇരിക്കാൻ പറ്റും, ബ്രാഹ്മിൻസ് മസാലവായിട്ട് ഇരിക്കാൻ പറ്റും, ഈസ്റ്റേൺ മസാലവായിട്ട്. സ്വന്തം നമ്മുടെ അഹങ്കാര മസാല ഉള്ളിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടെ ഓർമ്മകൾ നർത്തനമാടിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നത് കാത് കേൾക്കുന്നു. ഫിസിക്കലി പ്രസന്റ്, മെന്റലി ആബ്സെന്റ്. ഏതസ്യാഹം ന പശ്യാമി. അർജുന 5 ചാപ്റ്റർ നിങ്ങൾക്കായിട്ട് ഇത്ര സമയം ഞാൻ പാഴാക്കിയില്ല. എല്ലാം തലയാട്ടിക്കൊണ്ടിരുന്നു. നീ എന്തായി? ആ തലയാട്ടി, പക്ഷെ ഉള്ളിലേക്ക് മനസ്സും ആടിക്കൊണ്ടിരുന്നല്ലേ. അപ്പോഴാണ് ധ്യാനയോഗത്തെ അവർ തുടങ്ങുന്നുണ്ട്. അത് സുന്ദരമായിട്ടുള്ളത്, ഭയങ്കര ടെക്നിക്കലാണ്. ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലം ഹി മന കൃഷ്ണ. ഇത് ഭഗവത്ഗീതയുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. മറ്റ ഏതും നമുക്ക് സൂട്ടാകില്ലെങ്കിൽ ഈ ഒരു ശ്ലോകം നമുക്ക് എല്ലാവർക്കും സൂട്ടാകും. ആ കൃഷ്ണൻ പറയുന്നത് സത്യമാണ്. ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാഥി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായൂരിവ സുദുഷ്കരം. The whole of education
lies on this one point of concentration. വിവേകാനന്ദ സ്വാമിജിയുടെ വാക്ക്. Concentration is education. Concentration എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഇന്ദ്രിയ മനസ്സോടെ നിഗ്രഹം. ആ നിഗ്രഹം ഉണ്ടായാൽ നിങ്ങൾ ഫൈനാൻസ് മിനിസ്റ്ററായി ഇരുന്നാലും അഴിമതി ചെയ്യാതിരിക്കാൻ പറ്റും. ആ മനസ്സോടെ ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം നിങ്ങൾക്ക് കിട്ടിയാൽ ചീഫ് മിനിസ്റ്റർ ആയാലും MLA ആയാലും MP ആയാലും കളക്ടർ ആയാലും സബ് ഇൻസ്പെക്ടർ ആയാലും കൈക്കൂലി മേടിക്കാതിരിക്കാൻ പറ്റും. എല്ലാറ്റിനും കാരണം എന്താണ്? മനസ്സാണ്. Man is what his mind is. So the whole essence of education is concentration of mind. ഇത് നമ്മുടെ ആർഷ ചിന്തയാണത്, സനാതന ധർമ്മത്തോടെ ചിന്തയാണ്. അത് കാരണമാണ് പണ്ട് കാലത്തിൽ ഗുരുകുലത്തിൽ ഫസ്റ്റ് മനസ്സോടെ ഏകാഗ്രത ധ്യാനം പഠിപ്പിച്ചു. ഈ ധ്യാനം പഠിപ്പിച്ച പിന്നെയാണ് അവർക്ക് ഗുരുകുലത്തിരുന്ന് പോയ പിന്നെ വിവാഹം സംഭവിക്കാം അവർക്ക് അർഹത തന്നത്. അങ്ങനെ വിവാഹം നടക്കുമ്പോൾ എങ്ങനെ ഒരു ഭർത്താവ് സെലക്ട് ചെയ്യണം? രണ്ടാമത്തെ ലൈനിൽ ഒരു അമ്മ അവർ ധ്യാനസ്ഥിതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ഗുരുകുലത്തിൽ നിന്ന് അവർ ഓരോന്നും ഇപ്പോൾ വിവാഹം ചെയ്യണം. എങ്ങനെയാണ് ഒരു ഭർത്താവ് സെലക്ട് ചെയ്യണം? നമ്മുടെ ആര്യ സംസ്കാരങ്ങൾ നോക്കാം. പ്ലീസ് ടെൽ. എങ്ങനെ ഒരു ഭർത്താവ് സെലക്ട് ചെയ്യണം? പണ്ട കാലത്തോടെ സംസ്കാരങ്ങൾ ഇപ്പോഴിതെല്ലാം മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ദ്രൗപദി എങ്ങനെ വിവാഹം ചെയ്തു? അങ്ങനെ ഒരു ടെസ്റ്റ് വെച്ചാൽ ഇവിടെ ഒരു ആണുക്കും വിവാഹം സംഭവിക്കാൻ സാധ്യത ഇല്ലയാണ്. ഹലോ, വളരെ ഒരു ആഴമായ ഗഹനമായ ഒരു രഹസ്യമുണ്ട്. നമ്മുടെ ഹിന്ദു ധർമ്മത്തോട് തത്വങ്ങൾ നോക്കണം. എങ്ങനെയാണ് ദ്രൗപദി വിവാഹം ചെയ്തു? എങ്ങനെ കിട്ടി അർജുനനക്ക് ദ്രൗപദി? എങ്ങനെ കിട്ടി? ഒരുപാട് സമയമാകും. ഒരു തടിയുണ്ട്, തടിയോടെ മുകളിലെ പാത്രത്തിൽ മീൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ആ മീനോടെ നിഴൽ താഴെ ഉള്ള പാത്രത്തിലുള്ള വെള്ളത്തിലാണ് വീഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ആ നിഴലെ കണ്ട് നിജമായ മീനോടെ കണ്ണടിക്കണം. കണ്ണടിക്കണമെങ്കിൽ എന്താ ചെയ്യണം? പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ, ഫോക്കസിങ്. ക്യാമറ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, പൂച്ച എങ്ങനെ ആ പ്രാവ പിടിക്കണമെങ്കിൽ അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്ത് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? പൂച്ച കണ്ടിട്ടുണ്ടോ? അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാം. പൂച്ചയുടെ കോൺസെൻട്രേഷനിലെ പ്രാ അങ്ങോട്ട് ഓടി വരും. അങ്ങനെ ഒരു മാഗ്നറ്റിക് പവറാണ്. അങ്ങനെ ഉള്ള അർജുനനെയാണ് ദ്രൗപദി വിവാഹം ചെയ്തത്. എന്താ കാരണം അറിയോ? വേറെ ഒരു ആളെയും ഈ ഭർത്ത ചിന്തിക്കുന്നില്ലാണ്. ഏകാഗ്രത. പതി സീത അങ്ങനെയായിരുന്നു. പതിവ്രത എന്ന് പറഞ്ഞാൽ ഏകാഗ്രത മനസ്സുകൊണ്ട സ്ത്രീ. അഹല്യ, അനസൂയ, സീത, ശാരദാദേവി, കണ്ണകി. അതോടെ എന്താ പവറാണ്. മധുരൈ കത്തിക്കട്ടെ പറഞ്ഞ് മധുരൈ കത്തിച്ചില്ലേ. ഇപ്പോൾ ഏകാഗ്രത ഉള്ള പതിവ്രത സ്ത്രീയോടെ ശക്തി അത്ഭുത ശക്തിയാണ്. ഇത് നമ്മുടെ പണ്ട് ഭാരതത്തോടെ ഒരു വലിയ ഒരു വിഷയമാണ്. പതിവ്രത എന്ന് പറഞ്ഞാൽ അനുസൂയ ദേവിയോടെ പതിവ്രത ചെക്കിങ്ങാൻ ബ്രഹ്മ വിഷ്ണു ശിവൻ വന്നു അല്ലേ. വെള്ളം തെളിച്ച് എന്താക്കി 3 പേരെയും കൊച്ചുകുട്ടിയാക്കി മാറ്റി. പിന്നെ നിർവസ്ത്രമായി ഭക്ഷണം വിളമ്പി കൊടുത്തു. അമ്മയ്ക്കും കുട്ടിക്കും വലിയ ഒരു നാണമോ അല്ല ശരീരബോധമോ ഇല്ലയാണ്. എന്താ പവർ. ദിസ് ഈസ് ഹിന്ദുയിസം. അതാണ് ഹിന്ദു ധർമ്മത്തോടെ പേരിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു നല്ല ഒരു വിശ്വാസം ഉണ്ടാകണം. അതേമാതിരിയായിട്ട് ശ്രീരാമൻ ഏകപത്നി വ്രതനായിരുന്നു. സ്വപ്നത്തിലും സീതയെ തവിര വേറെ ആരും ചിന്തിച്ചിട്ടില്ലാണ്. ഇങ്ങനെ വരുമ്പോൾ മൂലാധാരത്തിൽ ഇരിക്കുന്ന ആ വീര്യശക്തി നമ്മുടെ സഹസ്രാരത്തിൽ മാറി മേധാശക്തിയായിട്ട് മാറും. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു അതാണ് ബ്രഹ്മചര്യ വ്രതേ സ്ഥിത. വിവാഹം ചെയ്ത ആൾക്കും ബ്രഹ്മചര്യ വ്രതം വേണം, സന്യാസിക്കും വേണം. എന്താ കാരണം? നമ്മുടെ കയ്യിലുള്ള ശക്തി ഒരേ ശക്തിയാണ്. അന്നശക്തിയാണ് ദേഹശക്തിയെ മനഃശക്തിയെ ബുദ്ധിശക്തിയെ മാറണത്. ആ ശക്തി താഴെ പോകാതെ മുകളിലേ പോകണം. ഊർധ്വരേതസ്. ഇപ്പൊ മനസ്സിലായോ? ഭാരത സംസ്കാരങ്ങൾ, ഗുരുകുലം, ബ്രഹ്മചര്യം, അച്ചടക്കം, ദ്രൗപദിയുടെ സെലക്ഷൻ. അപ്പോൾ ദ്രൗപദി എങ്ങനെ ഒരു മിടുക്കിയായിരുന്നു അല്ലേ. എന്താ സെലക്ഷൻ നോക്കാം. സ്വയംവരത്തിൽ എങ്ങനെ ഒരു പരീക്ഷ വെച്ചു. ദാറ്റ് ഈസ് മൈ മാൻ.
ഇപ്പോൾ ഭാരത സ്ത്രീകളോട് ഒരു ഇത് നോക്കാൻ കഴിവ്. ഇപ്പോൾ സ്വാമി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ധ്യാനയോഗത്തിൽ നിന്ന്. ഇതാണ് ധ്യാനയോഗം. അങ്ങനെ ഒരു സ്ത്രീ ഈ ഏകാഗ്രത മനസ്സോട് ഭർത്താക്ക് സേവന ചെയ്തുകൊണ്ടിരുന്നാൽ അത് അവരോട് ആധ്യാത്മിക മാർഗത്തോടെ കതവുകളെ തുറക്കും, കൃഷ്ണദർശനം നൽകും. അങ്ങനെ ഒരാളിരുന്നു, ഗൃഹസ്ഥനായിരുന്നു. അച്ഛനമ്മയ്ക്ക് പ്രായം കൂടി വന്നു. ദിവസം അച്ഛനമ്മയെ കുളിപ്പാട്ടി വസ്ത്രങ്ങളെല്ലാം കൊടുത്ത് ഭക്ഷണമെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും, കൃഷ്ണഭജനം ചെയ്യും. വലിയ ഒരു ധ്യാനമോ ഇത് അങ്ങനെ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലയാണ്. മെഡിറ്റേഷൻ ക്ലാസ്, ഇവിടെ കോച്ചിങ് ക്ലാസ്, അവിടെ കോച്ചിങ് ക്ലാസ്, അങ്ങനെയെല്ലാം ഒന്നും പോയിട്ടില്ലയാണ്. അച്ഛനമ്മയ്ക്ക് പൂർണ്ണ മനസ്സോടെ സേവനം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ കൃഷ്ണ ഭജന ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി കരയും കൃഷ്ണൻ, കൃഷ്ണ എന്നെ നിന്റെ ദർശനം കിട്ടും. അപ്പോൾ ഒരു ദിവസം അച്ഛനും അമ്മയും കുളിപ്പാട്ടി വസ്ത്രം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേന്ന് ആരോരോട് ശബ്ദം കേട്ടു. ഏയ്, ഞാൻ ഇന്ന് കൃഷ്ണൻ വന്നിട്ടുണ്ട്, നിങ്ങളെ കാണാം. ഓ കൃഷ്ണ, അപ്പോയിൻമെൻറ്റ് ഇല്ലാതല്ല നീ വന്നു, അച്ഛനമ്മയ്ക്ക് ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴാണ് നീ വരുമെന്ന് പറഞ്ഞിട്ടില്ലല്ലേ? ഈശ്വരൻ ഒരിക്കലും പറഞ്ഞിട്ട് വരുന്നില്ലാണ്. പറഞ്ഞിട്ട് വന്നാൽ അഹങ്കാരം നീക്കും, അഹങ്കാരം ഇരുന്നാൽ അഖണ്ഡാകാരം വരാൻ പറ്റില്ലാണ്. അഖണ്ഡാകാരം വരണമെങ്കിൽ അഹങ്കാരം മറയണം അല്ലേ? ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ഇന്നാണ് സമയം കിട്ടി, എൻ്റെ മിസ്ഡ് കോൾ കണ്ടു, ഞാൻ ദിവസവും നീ വിളിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് എടുക്കാൻ പറ്റാതെ ഇന്ന് ഞാൻ എടുത്തു, വരാം, എൻ്റെ ദർശനം മേടിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ ഒരു പാവപ്പെട്ട ആളാണ്, പണക്കാരനല്ലയാണെന്ന് ഒരു ഇഷ്ടിക അവിടെ നിന്ന് കളഞ്ഞെറിഞ്ഞു. കൃഷ്ണ, അതിൽ കുറച്ചിരിക്കാം, ഇന്ന് ഒരു 10 മിനിറ്റിൽ അച്ഛനമ്മയോട് സേവനം ചെയ്തിട്ട് ഞാൻ പുറത്തേ വന്ന് നോക്കിയാൽ ശ്രീകൃഷ്ണൻ അവിടെ കാണുന്നില്ലാണ്. ഓ, ഹൃദയമെല്ലാം വേദനയോട് പൊട്ടിക്കഴിഞ്ഞു പറഞ്ഞു, ഹേ കൃഷ്ണ, നീയും ഒരു രാഷ്ട്രീയക്കാരനായി മാറിപ്പോയില്ലേ, വാക്ക് പാലിക്കാതെ ഒരാളായി പോയില്ലേ, നിങ്ങളെക്കായിട്ട് ഇത്ര കണ്ണുനീർ പൊഴിഞ്ഞ് ഇന്ന് നീ വന്നു, പുറത്തേ വരുമ്പോൾ കാണാതെ നീ മാറിപ്പോയില്ലേ എവിടെ നിന്ന്? അപ്പോൾ ആകാശവാണി കേട്ടു, ഹേ പുണ്ടലീക്, അച്ഛനമ്മയിലെ ശ്രീകൃഷ്ണനെ കണ്ട് ഏകാഗ്രതയോട് സേവനം ചെയ്യും നിങ്ങൾക്ക് തനിയായിട്ട് ഞാൻ ഒരു ശ്രീകൃഷ്ണൻ ആവശ്യമോന്ന് വിചാരിച്ച് ഞാൻ മറിഞ്ഞു പോയി. എന്താ ബ്യൂട്ടിഫുല്ലേ? എല്ലാവരുടെ ഉള്ളിലും ശ്രീകൃഷ്ണനെ കണ്ടു, നീ തനിയായിട്ട് വേറെ സെപ്പറേറ്റ് ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് വേണമോ? പിന്നെയും എന്നെ കാണണമെങ്കിൽ പണ്ഡരിപുരം വാ പുണ്ടലീക്. നോക്കാം, മനസ്സോടെ ഏകാഗ്രതയാണ് ശിക്ഷയുടെ സാരം, എഡ്യൂക്കേഷനോടെ സാരം. ഇഫ് ഐ became a minister, I will not teach any student different subjects. I will teach them the art of concentration. Once the concentration is mastered, the student can collect facts about any subjects at will and quickly. ഏകാഗ്രത പഠിപ്പിച്ചാൽ ആ വിദ്യാർത്ഥി എല്ലാ വിഷയങ്ങളും ക്ഷണനേരത്തിൽ ഗ്രഹിക്കും. വിവേകാനന്ദ സ്വാമി അങ്ങനെയായിരുന്നു. ന്യൂയോർക്കിൽ ഒരു പ്രാവശ്യം എൻസൈക്ലോപീഡിയ ഡെയിലി മേടിച്ചു കൊണ്ടിരിക്കും. എൻസൈക്ലോപീഡിയ വലിയ ബുക്കാണ്. 10 ദിവസം അങ്ങനെ എടുത്താൽ നല്ല മസിൽസ് ഉണ്ടാകും കയ്യിൽ. ആ ലൈബ്രറി എനിക്ക് സംശയമുണ്ടായി. അവൻ ചോദിച്ചു, ആരാണ് ഈ പുസ്തകം നോക്കുന്നുണ്ടോ അല്ല വായിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം വിവേകാനന്ദ സ്വാമിയോട് അവിടെ കൂട്ടി കൊണ്ടുപോയി പറഞ്ഞ് എന്തോ ചോദിക്കുന്നു. ഇത് ജസ്റ്റ് എത്രയോ മാസം എടുക്കും ഒരു വോള്യൂം വായിക്കാം. അപ്പോൾ വിവേകാനന്ദ സ്വാമിജി പറഞ്ഞു, എന്താ ചോദിക്കണമോ ചോദിക്കാം. പറഞ്ഞാൽ പേജ് നമ്പറോട് ടോട്ടൽ പാരഗ്രാഫോട് സ്വാമിജി അങ്ങനെ മറുപടി കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇമ്പോസിബിൾ. ദിസ് ഈസ് എ സീക്രട്ട് ഓഫ് ഹിന്ദു കോൺസെൻട്രേഷൻ. അങ്ങനെ കോൺസെൻട്രേഷൻ ഉള്ള അർജുനനാണ് ഇപ്പോൾ പറയുന്നത്, ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാതി ബലവദൃഢം. എന്താണ് കാണുന്നത് ഗുരുദേവ? ആകാശത്തെ കാണുന്നു, ഭൂമിയെ കാണുന്നു, നിങ്ങളെ കാണുന്നു. ഓരോരോ വിദ്യാർത്ഥിയായി പറഞ്ഞു, ഫെയിൽ. അടുത്ത വിദ്യാർത്ഥി എന്താ കാണുന്നു? ഒന്നും കാണുന്നില്ലയാണ്, കണ്ണ് മട്ടും കിളിയോടത് കാണുന്നു ഞാൻ. അടിട അർജുനാൻ പറഞ്ഞു. അടിച്ചു, പക്ഷി താഴെ വീഴുന്നു, പാസ്സായി. അതേ അർജുനനാണ്, മീൻ അടിച്ചു. ഇത്ര ഏകാഗ്രത ഉള്ള ഒരു യോഗിയാണ് അർജുനൻ. യോഗേശ്വര കൃഷ്ണനോട് വന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്നു, ഇപ്പോഴും മനസ്സിലായോ? ധ്യാനയോഗം കൊച്ചുകുട്ടിയോടെ കളിയല്ലേന്ന്. ഇങ്ങനെ ഇരുന്നാൽ ഇതെല്ലാം ആസനമാണ്, പോസാണ്. മെഡിറ്റേഷൻ ഉള്ളിലെയാണ്. ആ സ്വാമി എങ്ങനെ മന്ത്രം പറഞ്ഞു, എന്നെ അറിയാതെ എൻ്റെ ഉള്ളിലിരുന്ന് വിവേകാനന്ദ സ്വാമിയുടെ ചിന്തകൾ വരുന്ന മാതിരിയായിട്ട്
പൂർവ ജന്മ സംസ്കാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തെ വന്നുകൊണ്ടിരിക്കുന്നു. അത് സത്യത്തെ കേൾക്കുമ്പോൾ ഇടയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു. ടെലിവിഷനിൽ ഒരു സീരിയൽ കാണുമ്പോൾ 25 അഡ്വർടൈസ്മെന്റ് വരും. ക്രിക്കറ്റിൽ ഒരു ഓവർ കഴിഞ്ഞാൽ, ഒരു ഓവർ ബൗണ്ടറി അടിച്ചാൽ 3 അഡ്വർടൈസ്മെന്റ് വന്ന് ഇറങ്ങുന്നു. ഇത് നോക്കിക്കൊണ്ടിരുന്നാൽ എന്താകും? എനിക്ക് എന്താ ശീലം ഉണ്ടാകും? ഡിസ്ട്രാക്റ്റഡ് മൈൻഡ്, ചഞ്ചല മനസ്സ് എനിക്ക് ഉണ്ടാകും. കാരണം ഞാൻ ഒരു ക്ഷണം ഒരു വിഷയത്തിൽ സ്ഥിരമായിട്ട് എൻ്റെ മനസ്സ് വെക്കുന്നില്ലാണ്. അത് കാരണമാണ് വിദ്യാദേവിയുടെ കയ്യിൽ വീണ ഉണ്ട്, ഇല്ല സരസ്വതിയുടെ കയ്യിൽ താമര ഉണ്ട്. പിന്നെ എന്താണ് ഉള്ളത്? ജപമാലയാണ് ഏകാഗ്രതയുടെ ചിഹ്നം. ഇപ്പോൾ ശിക്ഷ എന്ന് പറഞ്ഞാൽ സരസ്വതിയും മാല ജപിക്കും. കാരണം മനസ്സ് അവിടെ ഇരിക്കണം. മനസ്സ് അവിടെ ഇരിക്കണം. ഒരേ വിഷയത്തെ വീണ്ടും വീണ്ടും ചിന്തിക്കണം. തതഃ പ്രത്യയ ഏകതാനത, അറ്റ് എ സ്ട്രെച്ച് ദ സെയിം തോട്ട്. ഒരേ ചിന്തകൾ വരുമ്പോൾ എന്താകും അറിയോ? കാലം അറിയാൻ പറ്റില്ലാണ്. കാരണം ഒരു അല വന്ന് വീഴുമ്പോഴാണ് അടുത്ത അല തുടങ്ങുന്നത്. ഒരേ അല മട്ടും നിന്നുകൊണ്ടിരുന്നാൽ എല്ലാ അലയും വീഴും. യോഗ ചിത്തവൃത്തി നിരോധ. വൃത്തി എന്ന് പറഞ്ഞാൽ അല അലയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു അല മുകളിൽ എഴുന്ന് താഴെ വിഴുന്ന് ആ പ്രഷറിൽ അടുത്ത അല എഴുന്നുകൊണ്ടിരിക്കുന്നു. തിരമാലകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു അല അങ്ങനെ നിന്ന് പോയാൽ എന്താകും? എല്ലാ അലയും വീഴും. അപ്പൊ ഈ എല്ലാ അലയും ചിത്തവൃത്തികൾ വരാതെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ വരുമ്പോഴെന്താകും? മറ്റ് ചിന്തകൾക്ക് സ്ഥലം കിട്ടാതെ നമ്മുടെ അറ്റൻഷൻ, ഗവനം അവിടെ പോകാതെ കാരണം എല്ലാം പടക്കിന് താഴെ വീഴും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. യോഗ ചിത്തവൃത്തി നിരോധ. നിരോധമായാൽ ദ്രഷ്ടുഹു, ദ സിയർ, സാക്ഷിയായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ കിട്ടും. വൃത്തി സാരൂപ്യം ഇത്തരത്ര. മറ്റു സമയങ്ങളിൽ എന്താകുന്നു? വന്നു പോകുന്ന അലയോട് ഞങ്ങൾ ഐക്യമായി. ആ അലയാണ് ഞങ്ങൾ പൊട്ടിപ്പോയ വ്യക്തിത്വം, ദ ഫ്രാഗ്മെന്റഡ് പേഴ്സണാലിറ്റി. എവറി തോട്ട് ഈസ് മൈ സെൽഫ്. ഓരോരോ ചിന്തയും ഞാനാണ്. ഈ രണ്ട് ചിന്തകൾ വന്നു പോകുന്ന ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ നോക്കാം, ഇവരുടെ തലയിൽ മുടിയുണ്ട്, എത്രയോ മുടിയുണ്ടല്ലേ. ആ 2 മുടിയോടെ ഇടയിലെ ഗ്യാപ്പ് ഉണ്ടല്ലേ. അത് കാരണമായിട്ടാണ് 2 മുടി നിങ്ങൾ പറയുന്നത് ഇല്ലേ. കറൻസി നോട്ട് ഇങ്ങനെ എടുത്താൽ നമുക്ക് അതിലെ ഗ്യാപ്പ് കാണാൻ പറ്റില്ല. പക്ഷെ അവിടെ മൈക്രോസ്കോപ്പിലിട്ടാൽ ഓരോരോ നോട്ടോടെ അടിക്കാൻ ഗ്യാപ്പ് കാണാൻ പറ്റും. അതുമാതിരിയായിട്ട് ചിന്തകൾ ദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 2 ചിന്തകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കാണാൻ കിട്ടാതെ പോകുന്നു. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 തോട്ട്സ്. ആ 2 ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഒന്ന് പോയി, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായി. ഇപ്പൊ ഇങ്ങനെ 2 വിരലുണ്ട്. ഇങ്ങനെ ഇവിടെ ഗ്യാപ്പ് ഇല്ലയാണ്. ഇവിടെ 2 വിരലുണ്ടെന്ന് എങ്ങനെ നിങ്ങൾ അറിയാൻ പറ്റുന്നത്? ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുമാതിരിയായിട്ട് രണ്ടാമത് ചിന്ത വൃത്തി വന്നു പോയി നിങ്ങൾ അറിഞ്ഞു. കാരണം ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായി. അവിടെ വൃത്തി ഇല്ലാത്ത സ്ഥിതിയാണ്. ഇതാണ് രാസലീല എന്ന് ഭക്തിയോഗത്തിൽ പറയുന്നു. ഭക്തി നാരി നാരി നടുവിൽ മുരാരി. വൃത്തി വൃത്തി നടുവിൽ കൃഷ്ണൻ. ആ കൃഷ്ണനാണ് കൃഷ്ണ ചൈതന്യം ഉള്ളിലേക്ക് ഉള്ളത്. ഇത് നമ്മുടെ ഉപനിഷദങ്ങളിൽ പറയും. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദത്തെ ആത്മനാ വിന്ദത്തെ വീര്യം വിദ്യയാ വിന്ദത്തെ അമൃതം. പ്രതിബോധം, ഓരോരോ ബോധവും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് മരമാണ്, ഇത് ചെടിയാണ്, ഇത് മനുഷ്യനാണ്, ഇത് പട്ടിയാണ്. ഒരേ പട്ടിയോടെ വൃത്തികൾ വന്നുകൊണ്ടുപോയാൽ എന്താകും? മറ്റ എല്ലാ അലയും വീഴും. കാണുന്ന അലകൾ വീഴുമ്പോൾ കാണുന്ന ആളും വീഴും. When thoughts cease, thinker also collapses. ഇല്ലേ? ചിന്തിക്കുന്ന ആള്, ചിന്തകൾ ഉള്ളവരെയാണ് ചിന്തിക്കുന്ന നിങ്ങൾ. ചിന്തകളുടെ ഉപശമനമാകുമ്പോൾ എന്താകുന്നത്? When thoughts are not there, നിങ്ങളും ഇല്ലയാണ്. അത് ഡെയിലി നിങ്ങൾക്ക് സംഭവിക്കുന്നു. മനസ്സിലാക്കണുണ്ടോ? കണ്ണാടി ഇട്ടിട്ടുള്ള അമ്മ. കറക്റ്റ്.
ദിവസവും നിങ്ങൾക്ക് ചിന്തയില്ലാതെ നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥിതി പ്രാപിക്കുന്നു. ഡെയിലി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അനുഭവിച്ചാലും നന്നായിട്ട് അറിയില്ലെങ്കിൽ അറിവ് മലർന്ന് വരുന്നില്ല. രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ പോകുന്നു. സ്വപ്നത്തിൽ പോകുമ്പോൾ ചിന്തകൾ ഉണ്ടാകുന്നു. അപ്പം നിങ്ങളുമുണ്ട്. ആ ചിന്തകൾ കുറഞ്ഞതും നിന്ന് പോയതും എന്താ സംഭവിക്കുന്നു? എന്താ ഉറക്ക പറയാം? ഡീപ് സ്ലീപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താ പേര്? ശോഭന അവിടെ ഇല്ലയാണ്, മറഞ്ഞു പോയി, അസ്തമനമായി. ഈ ചിന്തകളുടെ ഉദയമാകുമ്പോൾ ശോഭന ഉദയമായി വരുന്നു. അപ്പൊ ആരാണ് ശോഭന? ചിന്തകൾ അസത്യമാണ്. നെഗറ്റീവ് ഫോട്ടോ അസത്യമാണ്. അത് കാരണമായിട്ടാണ് ഫോട്ടോയെ ഇരുട്ടിലെ നെഗറ്റീവിലേന്ന് അവർ എടുക്കുന്നു. നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ സത്യമാണോ അല്ലത് അമ്മ സത്യമാണോ? അമ്മ സത്യമാണ്. പക്ഷേ ഞാൻ കണ്ടു ഒരു ലേഡിയെ മാരേജ് ആൽബം, വിവാഹത്തോടെ ആൽബം എടുത്തങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അമ്മ ഞാൻ പറഞ്ഞു വയസ്സ് എത്രയാണ്? എനിക്ക് വയസ്സിപ്പോൾ 68ആണ്. ഈ വിവാഹം 28 വയസ്സിലാണ് നടന്നത്. അപ്പം അതെല്ലാം പഴയതാണ്, അത് ശാമ്പലാണ്, ഭസ്മമാണത്, അത് അസത്യമാണ്. അതേമാതിരിയായിട്ട് ചിന്തകളും അസത്യമാണ്. നടന്ന സംഭവങ്ങളോട് ഫോട്ടോ ആണത്. ഫോട്ടോ ഈസ് അൺറിയൽ, അസത്യമാണ്. ചിന്തകൾ സത്യമാണോ? അത് ഇല്ലയാണ്. ഇത് സത്യമല്ലേന്ന് മനസ്സിലാകുമ്പോൾ എല്ലാ ചിന്തകളും അംഗീകരിക്കാൻ ആളില്ലാതെ കാരണം എല്ലാ ചിന്തകളും വീഴുന്നു. ഇത് സാധ്യമാണോ? സാധ്യമാകുന്ന ഈശ്വരൻ നമുക്ക് ഒരു ടേസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ സമയത്തിൽ ശോഭന ഇല്ലാത്ത സമയത്തിൽ പരമാനന്ദമാണ്. നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ദുഃഖദരിതങ്ങൾ, നിങ്ങളുടെ മനക്കഷ്ടങ്ങൾ, മറ്റവർ ചെയ്ത അപമാനങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിജയങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയ ആനന്ദ അനുഭവങ്ങൾ എല്ലാം ശോഭനമാണ്. ആ ചിന്തകൾ ഉപശമനം അസ്തമനമായതും ശോഭന ഇല്ലയാണ്. അപ്പൊ അടുത്ത ദിവസം പ്രശ്നം എവിടെ നിന്നാണ് ഉദയമാകുന്നത്? നിങ്ങളാണ് പ്രശ്നം. ഇത് മനസ്സിലാകണമെങ്കിൽ ഈ ധ്യാനം പഴകണം. ധ്യാനത്തിൽ ഒരേ അലകൾ വീണ്ടും വീണ്ടും വരാം. ഇഷ്ടദേവ മന്ത്രത്തെ അവർ കൊടുക്കുന്നു. അതാണ്. പക്ഷെ അങ്ങനെ കൊടുത്താലും അഭ്യാസം ചെയ്യണം. സത്കാര സേവിത ദൃഢഭൂമി ഇരിക്കാം. അങ്ങനെയാണ് ഇവർ ചോദിക്കുന്നത്. ചഞ്ചലഹീമന കൃഷ്ണ 1000 ജന്മത്തോടെ സംസ്കാരങ്ങൾ ഉള്ളിലേക്ക് ഉണ്ട്, അലയലയായി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ജന്മമല്ലയാണ്, 1000 അലയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ശ്രീരാമകൃഷ്ണദേവനുടെ ജീവിതത്തിൽ നമുക്ക് സനാതന ധർമ്മത്തോടെ വിശ്വാസങ്ങൾ ഒരു അന്ധവിശ്വാസം, സൂപ്പർസ്റ്റിഷൻ അല്ലയാണെന്ന് അവർ സ്ഥാപിക്കുന്നു. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു 6 രാമനായും കൃഷ്ണനായും വന്ന് അവരാണ് ഇപ്പോൾ രാമകൃഷ്ണദേവനായി വന്നെന്ന് പറഞ്ഞു. അവർ ശരി, അവർ പറയട്ടെ. ശാരദാദേവി രാമേശ്വരത്തിൽ പോയിരുന്നതും ഭാസ്കര സേതുപതി രാമേശ്വരത്തോടെ രാജ വിവേകാനന്ദ സ്വാമിജിയുടെ ശിഷ്യനായിരുന്നു. ശ്രീകോവിലിൽ ഉള്ളിലെ അനുവദിച്ചു ശാരദാദേവിയെ. ഉള്ളിലെ ശിവലിംഗത്തെ നേരായിട്ട് പൂജിക്കാം, അത് നോർമലി അനുവദിക്കുന്നില്ലയാണ്. ശ്രീകോവിലേറി ശാരദാദേവി ആ വെള്ളി കവചം തുറന്നതും പെട്ടെന്ന് പറഞ്ഞു, ഓ എങ്ങനെ ഞാൻ വെച്ചിരുന്നു അങ്ങനെയല്ല ഇരിക്കുന്നത്. ഇപ്പൊ കൂടെ ഉള്ള സ്ത്രീകളെല്ലാം പറഞ്ഞു, എന്താ എപ്പോഴാണ് നിങ്ങൾ രാമേശ്വരം വന്നത്? ഇപ്പോഴാണ് ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ? ഇല്ല ഒന്നില്ലാണ് അങ്ങനെ പറഞ്ഞവർ. ഇപ്പൊ മുറിക്ക് വന്നതും വീണ്ടും പിടിവാദം. എന്താ പറഞ്ഞു? നീ ഒന്നില്ലാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലേ മാതൃദേവി. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ സീതയായിരിക്കുമ്പോഴാണ് ഈ ശിവലിംഗത്തെ പിടിച്ചു വെച്ചത്, ഇപ്പോഴും അങ്ങനെയേ ഉണ്ടെന്ന് എനിക്ക് എന്നെ അറിയാതെ ഉള്ളിലെ പൂർവജന്മം. അടുത്ത 5-10 മിനിറ്റിൽ ഞാൻ 9:45 തുടങ്ങി. 5-10 മിനിറ്റിൽ സ്വാമി തത്വരൂപാനന്ദജിയുടെ പ്രഭാഷണമാണ് അടുത്ത്. നിങ്ങളെല്ലാം ആഗ്രഹത്തോടെ കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പൂർവജന്മം ഉണ്ടെന്ന് അവിടെ ശാരദാദേവി നമുക്ക് തെളിവാക്കി കാണിക്കുന്നുണ്ട്. അത് വന്നു ഈ രാമ അവതാരത്തിൽ രാവണ വധം കഴിഞ്ഞതും, രാവണൻ ശിവഭക്തനാണ്, ബ്രാഹ്മണനാണ്. അപ്പോൾ ബ്രാഹ്മണ വധം കഴിഞ്ഞതും ബ്രഹ്മഹത്യ ദോഷം പിടിക്കും. അതൊക്കെ പ്രായശ്ചിത്തമായിട്ട് ശിവപൂജ ചെയ്യണം. ശിവപൂജ ചെയ്യാം. ആ രാമേശ്വര സമുദ്രക്കരയിൽ രാമൻ വന്നതും ഹനുമാനോട് പറഞ്ഞു, ശിവലിംഗം അവിടെ ഉണ്ട്, കൊണ്ടുവരാം. ഹനുമാനക്ക് ശിവലിംഗം കൊണ്ടുവരാൻ താമസമായി. മുഹൂർത്തം കഴിഞ്ഞാൽ പൂജ ചെയ്യാൻ പറ്റില്ലാണ്. ആ സമയത്തിൽ സീതാദേവി ആ കടற்കരയിലുള്ള പൂഴിയെടുത്ത്
അങ്ങനെ മാജിക് നോക്കാം. പട്ടണം അങ്ങനെ പിടിച്ചു, ആ ശിവലിംഗം സ്ഥാപമായി. ഇപ്പോൾ നല്ല സിമെന്റ് ഇട്ട് പ്ലാസ്റ്ററിങ് ചെയ്താലും പോകുന്ന ഈ ഭിത്തികളെല്ലാം ആ പതിവൃത്ത ശക്തി കൊണ്ട് സീതാദേവി പൂഴി ഉപ്പ് മണ്ണാണത്, ഉപ്പ് മണലാണത്, അതങ്ങനെ പിടിച്ചു വെച്ചിട്ടും അതങ്ങനെ ഇന്നും എത്ര കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏകാഗ്രതയോടെ പതിവൃത്ത ശക്തിയെ നോക്കാം, എന്താ പവറാണ് അതില്ലേ. അപ്പോൾ അന്ന് ഞാൻ എങ്ങനെ വെച്ചിരുന്നു അങ്ങനെയേ ഉണ്ട്, ഒരു ഇതും അതൊക്കെ ഉണ്ടായിട്ടില്ലാണ്, കേട് വന്നിട്ടില്ലാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ പുനർജന്മം ഉണ്ട്, അത് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഓരോരോ ജന്മത്തിൽ നമുക്ക് സംഗ്രഹമാകുന്ന എല്ലാ അനുഭവങ്ങളും മനസ്സോടെ താഴെ കിടക്കുന്നു. എങ്ങനെ കിണറ്റോടെ താഴിൽ അസ്ഥിവാരത്തിൽ ഒരുപാട് സാധനങ്ങൾ കിടക്കും. ഞങ്ങൾ ചെറുപിള്ളിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ കളിക്കും. ആനുവൽ വെക്കേഷനിൽ പെട്ടെന്ന് കിണറ്റിൽ ചാടി ഉള്ളിലേക്ക് ഇറങ്ങും. അവിടെ ഒരു ബക്കറ്റ്, ഒരു പാത്രം കിണറ്റോടെ താഴെ വീഴ്ന്നിട്ടുണ്ട് എല്ലാം. ആ സമയത്തിൽ വീഴുന്നതും ആരും ഒന്നും ശ്രദ്ധിക്കാതെ വിട്ടുപോകും. ഞങ്ങളുടെ ക്രിക്കറ്റ് ബോൾ, ബാറ്റ് എല്ലാം ഉള്ളിലേക്ക് എടുക്കും. വെക്കേഷൻ ടൈത്തിൽ ഞങ്ങൾ ഉള്ളിലേക്ക് ചാടി ഇറങ്ങി അവിടെ പോയിട്ടുള്ള പഴയ ബോള്, പാത്രങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ട് മുകളിൽ വരും. അതുമാതിരിയായിട്ട് ഉള്ളിലേക്ക് നിങ്ങളും ഇറങ്ങിയാൽ ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണ് ബുദ്ധദേവനോട് ജാതക കഥകളെല്ലാം ബുദ്ധൻ പറഞ്ഞു. ഈ പൂർവ്വജന്മത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, നീ അങ്ങനെയായിരുന്നു. സമയമില്ലാണ്, രസകരമായിട്ട് കഥകളുണ്ട്, ധ്യാനയോഗത്തോട് തുടർബുള്ള കഥകൾ. അപ്പം ഇതെല്ലാം സത്യമാണ്, ഉണ്മയാണ്. അപ്പോൾ അർജുനൻ പറയുന്നു, ചഞ്ചലം ഹി വനകൃഷ്ണ പ്രമാതി ബലവ ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായൂരിവ സുദുഷ്കൃതം. കാറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, മനസ്സ് കൺട്രോൾ ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്നോടല്ല നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? അർജുന, നീ ഒരു നല്ല വിദ്യാർത്ഥി അല്ലയാണ്, നന്നായിട്ട് പരിശ്രമം ചെയ്താൽ ധ്യാനം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഉത്തരം പറയും. പക്ഷെ ശ്രീകൃഷ്ണൻ എന്താ ഒരു ആചാര്യനാണ്. അർജുനൻ ഒരു മുതുകിൽ അങ്ങനെ ഒരു തട്ടി കൊടുത്തു, അങ്ങനെ പറഞ്ഞു, ശബാഷ് അർജുന, നീ പറയുന്നത് തെറ്റല്ലയാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു അവര്? അസംശയം മഹാബാഹോ, പറയുന്നത് കറക്റ്റാണ് മഹാബാഹോ. അപ്പൊ അർജുനനക്ക് മനസ്സിലായോ, ഒരു കാലത്തിൽ ശ്രീകൃഷ്ണനക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ പ്രശ്നങ്ങൾ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത് അറിഞ്ഞ് അനുഭവസ്ഥനായിട്ടാണ് ശ്രീകൃഷ്ണൻ എൻ്റെ മുമ്പ് നിൽക്കുന്നത്. അപ്പൊ അവര് പറയുന്നു, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ വലിയൊരു പരാജയപ്പെട്ട വ്യക്തി അല്ലയാണ്, കുറച്ച് ധൈര്യം കിട്ടി. അടുത്ത സ്റ്റേറ്റ്മെന്റിലാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, അഭ്യാസേനത് കൗന്തേയ വൈരാഗ്യേന ച ഗൃഹ്യത്തെ. പക്ഷെ അർജുന, ഇങ്ങനെ വലിയ ചാടി നിൽക്കുന്നോ നീ? അഭ്യാസം ചെയ്യണം, വൈരാഗ്യം. ഈ വൈരാഗ്യമാണ് അനാശ്രിത കർമ്മഫലം, അറ്റാച്ച്മെന്റ് ഇല്ലാതെ ചെയ്യണം. വലിയ ബുദ്ധിമുട്ടാണ്, പറയാൻ എളുപ്പമാണ്, നോട്ട് സോ ഈസി. ഇല്ലെങ്കിൽ എല്ലാവരും അർജുനൻ കൃഷ്ണ ആയിരിക്കാൻ പറ്റും. അതാണ് നമുക്ക് വെല്ലുവിളി. ദാറ്റ് ഈസ് എ ചാലഞ്ച്, സ്പിരിച്വൽ ചാലഞ്ച്. ഹൗ ടു വർക്ക് ഇറ്റ് ഔട്ട്, ചെയ്ത് കാണിക്കാൻ പറ്റും. അഭ്യാസം എന്ന് പറഞ്ഞാൽ ദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ, തുടർന്ന് ചെയ്യണം. തമിഴിൽ ഇങ്ങനെ ഒരു പഴമൊഴിയുണ്ട്, പാടപ്പാട രാഗമും ഒരു ദിവസത്തിൽ യേശുദാസ് ആകാൻ പറ്റില്ല ചേട്ടാ. പോട താളമും ഒരു മാസത്തിൽ സാക്കിർ ഹുസൈൻ ആകാൻ പറ്റില്ലാണ്. പാലക്കാട് മണി മൃദംഗം എക്സ്പെർട്ട് ആകാൻ പറ്റില്ലാണ്. പോട താളവും ആട നൃത്യമും ഒരു ദിവസത്തിൽ വലിയ ഒരു ഡാൻസർ ആകാൻ പറ്റില്ലാണ്. ആടി ഓട ഗതിയും ഒരേ ദിവസത്തിൽ ജെസ്സി ഓവൻസോ PT ഉഷയോ കാണാൻ പറ്റില്ലല്ലേ ഇവിടെ കേരളത്തിൽ അടുത്ത്. തേട ഉത്തരവും കിട്ടും. ആൽബർട്ട് ഐൻസ്റ്റീൻ 17 കൊല്ലം തേടിയാണ് E=mc² കിട്ടിയത്. ഞങ്ങൾ വിചാരിക്കുന്നു അദ്വൈതാശ്രമത്തിൽ പോകും, ചിദാനന്ദ സ്വാമിജിയുടെ പ്രഭാഷണം കിട്ടി, ഇങ്ങനെ എന്തെങ്കിലും അമ്പലത്തിൽ പെട്ടെന്ന് എവിടെന്തോ ശ്രീകൃഷ്ണൻ ചാടി വരും, ഇവിടെ ഹെലികോപ്റ്ററിൽ ഈശ്വര ദർശനം കിട്ടും, 2 ദിവസത്തിൽ എല്ലാം കഴിഞ്ഞു, ഫിനിഷ് അല്ലേ? അത്ര എളുപ്പമായിരുന്നാൽ ഇത് വലിയ ഒരു ധീര പരാക്രമശാലിയുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തെ, കർമ്മത്തെ കയ്യിലെടുക്കുമ്പോൾ മനസ്സിലാക്കണം, ഐ ആം എ ഹീറോ, ഞാൻ ഒരു പരാക്രമശാലിയാണ്. You can do anything and everything. വിവേകാനന്ദ സ്വാമിയുടെ വാക്കാണ്. All power is inside you.
Once upon a time, Valmiki was a Ratnakar Gunda. എന്താ ബ്യൂട്ടിഫുൾ ചിന്തയല്ലേ? ഇഫ് രത്നാകർ കൊള്ളക്കാരൻ വാൽമീകി ആകാൻ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം ഓൾറെഡി മഹർഷികളാണ്. വൺസ് അപ്പോൺ എ ടൈം യു ആർ ഓൾ ഋഷിഷ്. നിങ്ങളെല്ലാം ഒരു കാലത്തിൽ ഋഷിയായിരുന്നു. awake, arise and stop not till the goal is reached. എന്ത് സുന്ദരമായ നമുക്ക് ഒരു പ്രേരണ നൽകുന്ന ചിന്തകളില് രത്നാകർ. നിങ്ങളെല്ലാം പാരായണ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്ന രാമായണം എഴുതിയത് ആരാണ്? വലിയൊരു മഹാപുരുഷനല്ല രത്നാകർ കൊള്ളക്കാരൻ. ഇനി ഈ രാമായണം സ്പർശിക്കുന്നില്ല പറയാൻ പറ്റുമോ? രാജയോഗത്തോടെ ആമുഖത്തിലെ സ്വാമിജി എഴുതുന്നു, വിവേകാനന്ദ സ്വാമിജി. ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. Every effort should be made to manifest the divinity within by controlling the nature, internal and external. Do it by work, worship, psychic control or knowledge, and be free. That is the goal of religion. Temple, dogmas, doctrines, rites, rituals, books are secondary. ഓരോരോ മനുഷ്യനും ദിവ്യനാണ്. രത്നാകർ ദിവ്യനായിരുന്നു, മഹർഷിയായി. ഒന്നുമില്ലാത്ത സ്ഥലത്തിലിരുന്ന് പരബ്രഹ്മം സൃഷ്ടിയാകാൻ പറ്റില്ലയാണ്. ശൂന്യത്തിലിരുന്ന് പരബ്രഹ്മം സൃഷ്ടിയാകാൻ പറ്റില്ലയാണ്. മാലിന്യം ഉണ്ടായിരുന്നു, തപസ് ചെയ്തു, തപസ കൽമഷം ഹന്തി. മാലിന്യങ്ങൾ മാറിപ്പോയി, പ്യൂർ ഡിസ്റ്റിൽഡ് വാട്ടർ. നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലും ആ കോൺഷ്യസ്നസ് പരിശുദ്ധീകരണം, അതാണ് ഈ സാധന. പരിശുദ്ധീകരണം ആകുമ്പോൾ എന്താകുന്നത്? നമ്മുടെ ചൈതന്യവും പരിശുദ്ധ ചൈതന്യം, ശുദ്ധ ചൈതന്യം. അപ്പൊ കൃഷ്ണ പ്രോത്സാഹനം കൊടുത്ത് ഒരു സൊല്യൂഷൻ പറയുന്നു. അഭ്യാസേനത് കൗന്തേയ വൈരാഗ്യേന ച ഗൃഹ്യത്തെ. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും, എനിക്കും ഉണ്ടാകും. അത് കാരണമായിട്ടാണ് പലരും ഇത് അഭ്യാസിക്കാതെ പോകുന്നത്. ഈ സ്വാമിമാർക്ക് വേറെ ജോലി ഇല്ലയാണ്. എനിക്ക് ടൈം കിട്ടിയപ്പോൾ ലാസ്റ്റ് ഒരു 5 minutes ഈ ഇവിടെ ആശ്രമത്തിൽ വരണം, പ്രഭാഷണം, ഇതെല്ലാം വിട്ട് അവിടെ ഗൃഹസ്ഥ സുഖമും പോകും, ലൗകിക സുഖമും പോകും. കൃഷ്ണ നിന്റെ വാക്കിൽ വിശ്വസിച്ച് രാഷ്ട്രീയക്കാരൻ പോലെ ഒന്നും കിട്ടാതെ പോയി വോട്ട് കൊടുത്തുല്ലേ. ഇപ്പൊ യോഗമും പോകുമോ ഭോഗമും പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നു, അർജുനൻ ചോദിക്കുന്നു എത്ര സുന്ദരമായിട്ട്, ഈ കാറ്റിൽ അടിച്ചു പോകുന്ന മേഘങ്ങൾ മാതിരിയായിട്ട് എൻ്റെ ഗതിയും അങ്ങനെ പോകുമോ? എൻ്റെ ഭാഗ്യവും ചിതറിപ്പോകുമോ? അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതി കൃഷ്ണ, കാം ഗതി കൃഷ്ണ ഗച്ഛതി. എന്താ സംഭവിക്കുന്നു? ഞങ്ങൾക്ക് യോഗമും പോയി, അവിടെ ഭോഗത്തെ വിട്ടാണ് യോഗത്തെ ക്ലാസ്സസ്ക്കായിട്ട് യോഗ ക്ലാസ്സസ് വന്ന് എല്ലാം പോയില്ല. അപ്പോഴാണ് ശ്രീകൃഷ്ണന്റെ വാക്ക്, സുന്ദരമായിട്ടുള്ള അതിഗഭീരമായ വാക്ക്, പാർത്ഥ നൈവേഹനാമുത്ര വിനാശക തസ്യ വിദ്യത്തെ. ഇവിടെയും അവിടെയും അവനക്ക് ഒരു വിനാശവും ഇല്ലയാണ്. നഹി കല്യാണകൃത കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. നന്മ ചെയ്ത നല്ലത് ചെയ്ത ആൾക്ക് ദുർഗതി വരുന്നില്ലാണ്. അടുത്ത ശ്ലോകം വരുന്നത്, പ്രാപ്യ പുണ്യകൃതാം ലോകാം ഉഷിത്വാ ശാശ്വതി സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗ ഭ്രഷ്ടോഭി ജായത്തെ. അടുത്ത ജന്മത്തിൽ വീണ്ടും നിഴലെ പോലെ ഇത് നിങ്ങളെ തുടർന്ന് വരും. ഇത് സംഭവമാണ്. അങ്ങനെയാണ് അംബാലിക അശിഖണ്ഡിയായി വന്ന് ഭീഷ്മനെ അടിച്ചു. ശ്രീരാമകൃഷ്ണന്റെ പല ശിഷ്യന് ശ്രീരാമകൃഷ്ണ ദേവൻ പറയുന്നു, ഈ 2 പേരും ജീസസോടെ ടീമിലെ പീറ്റർ ആൻഡ് പോളായിരുന്നു. യെസ്, ഈ ആള് ജാംബവാനായിരുന്നു, സ്വാമി വിജ്ഞാനാനന്ദ. ഇതെല്ലാം സത്യമാണ്. കൃഷ്ണനും വാലി ചോദിക്കുന്നു, രാമ എന്താ ഗതി എനിക്ക്? അതേ വാലിയാണ് കൃഷ്ണാവതാരത്തിൽ വാലി അടിക്കുന്നു, വേടനായി. എന്താ സുന്ദരമായുള്ള ഹിന്ദു ധർമ്മമല്ലേ? ഇപ്പൊ ഭഗവാനും ശാസ്ത്രി സ്വീകരിക്കുന്ന കഴിവുള്ള വ്യക്തിയായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? അനാശ്രിതം. അടിക്കാം എന്നെ, എൻ്റെ കർമ്മത്തോടെ ഫലം കിട്ടി. മാഫലേശു കഥാചന, എനിക്ക് ഫലത്തിൽ വലിയൊരു ആഗ്രഹമില്ല, ഞാൻ അടിക്കാം. ഇന്ന വാലിയായിരിക്കുമ്പോൾ രാമനായി ഞാൻ അടിച്ചു, ഇപ്പൊ നീ വേടനായ വന്ന് ഇനി എന്നെ അടിക്കാം. കർമ്മത്തോടെ ഫലം അല്ലേ? സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയോ. അത് പറഞ്ഞിട്ട് ഇവരെ പറയണ, ഇങ്ങനെ ധ്യാനയോഗം അഭ്യസിക്കുന്ന ആൾക്ക് ഒരു നഷ്ടമും ഉണ്ടാകുന്നില്ലാണ്. അവന് നല്ല കുലത്തിൽ ജനിക്കും. വിവേകാനന്ദ സ്വാമി, അഫ്കോഴ്സ് വിവേകാനന്ദ സ്വാമി സപ്തഋഷിയായിരുന്നു. പലരോടെ സാധുക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. നല്ല സംസ്കാരമുള്ള കുടുംബത്തിൽ
ഇല്ലെങ്കിൽ പണക്കാര കുടുംബത്തിൽ ഒരു വിഷമമില്ലാതെ എല്ലാ സൗകര്യത്തോടും അവർ പിറക്കുന്നുണ്ട്. തത്ര തം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹികം. പൂർവ്വദേഹത്തിലിരുന്ന ആ സംസ്കാരങ്ങളെല്ലാം വീണ്ടും അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തിരുവണ്ണാമലൈ പോയി നോക്കാം. 5 വയസ്സിലെ മൃത്യുവോട് അനുഭവം കിട്ടിയ വെങ്കടരമണൻ, രമണ മഹർഷി, ഒന്നും അറിയില്ലാണ്. 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വെങ്കടരമണൻ. അവരോട് ബുക്ക് വായിച്ചാണ് എനിക്ക് ഫസ്റ്റ് ഈ പ്രേരണ ഉണ്ടായി, സന്യാസ ജീവിതം എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നു. ആ രമണ മഹർഷിക്ക് ഞാൻ കത്ത് എഴുതി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഞാൻ ഏത് പറഞ്ഞാലും എൻ്റെ അച്ഛൻ വിശ്വാസിക്കുന്നില്ല. നിങ്ങൾ വന്ന് പറയാം, നിങ്ങളുടെ സ്വപ്നത്തിൽ ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വാക്ക് അച്ഛൻ കേൾക്കും. അപ്പോൾ ആ ചിറു വയസ്സിൽ എൻ്റെ വീട്ടിൽ എല്ലാവരും ആ പുസ്തകം പഠിച്ചു. ആർക്കും ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ എനിക്കും ഉണ്ടായി. തത്രതം ബുദ്ധി സംയോഗം. ആ ബുദ്ധിയോടെ വീണ്ടും കണക്ഷൻ കിട്ടി. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഇവിടെ എല്ലാം ചിദാനന്ദ ആശ്രമത്തിൽ വന്ന് ഞങ്ങളെല്ലാം പഠിച്ചു പോയി. എല്ലാം അവസാനം ബാങ്ക് ലോൺ മാതിരിയായിട്ട്, നമ്മുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് മാതിരിയായിട്ട് എല്ലാം വേറെ ആൾ ഗവൺമെൻറ് എടുത്ത് കൊണ്ടുപോകുമോ, ബാങ്ക് എടുത്ത് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലയാണ്, കൂടെ വരും. ഇതിൽ അവർ പറയുന്നുണ്ട്, പൂർവാഭ്യാസന തേനൈവ ഹ്രിയത്തെ യവശോപി തത്. പൂർവ്വ അഭ്യാസം കാരണമായിട്ട് അവർക്ക് വീണ്ടും ഇതെല്ലാം തൻ്റെ കയ്യിൽ കിട്ടും. ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദ ബ്രഹ്മാതി വർത്തത്തെ. അവർ ജിജ്ഞാസുവായിരുന്നാലും ശബ്ദ ബ്രഹ്മാതി വർത്തത്തെ, അവർക്കും ആ ബ്രഹ്മപദം ബ്രഹ്മജ്ഞാനം കിട്ടും. അപ്പോൾ ഈ ധ്യാന യോഗത്തോട് ഒരു സൗന്ദര്യം, ഒരു സൗലഭ്യം, ഒരു സൗകര്യം നമുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോട് ഈ ധ്യാനത്തിൽ പ്രവേശിക്കണം. ധ്യാനം എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ട് മനസ്സിൽ പൂർവ്വ സംസ്കാരങ്ങൾ, അനുഭവങ്ങളെല്ലാം ഉള്ളിലേക്ക് കിണറ്റിൽ കിടക്കുന്ന സാധനങ്ങൾ മാതിരിയായിട്ട് കിടക്കുന്നു. കണ്ണിൽ കാണാൻ കിട്ടാതിരുന്നാലും മനസ്സ് ആഴമായിട്ട് പോകുമ്പോൾ അത് കാണാൻ പറ്റും. സ്വപ്നത്തിൽ ചില സമയം നിങ്ങൾക്ക് അത് കാണാൻ കിട്ടുന്നുണ്ട്, പക്ഷെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. എവിടെയും കണ്ടിട്ടില്ലാണ്. കാണാത്ത വിഷയം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുമോ? അപ്പം എവിടെ നിന്നാണ് അത് വരുന്നത്? ഇത് മുൻപ് കണ്ടിട്ടുണ്ട്. അപ്പം ഈ വന്ന് പോകുന്ന സംസ്കാരങ്ങളിൽ നിന്ന് ഉദയമായി അസ്തമനമാകുന്ന ഈ വൃത്തികളാണ് നമ്മൾ സത്യത്തെ കേൾക്കുമ്പോൾ തടസ്സമുണ്ടാക്കി, മനസ്സിലെ ചഞ്ചലമുണ്ടാക്കി, സത്യം മനസ്സിൽ വേർപിടിക്കാതിരിക്കുക ഒരു പരിസ്ഥിതി ഉണ്ടാക്കുന്നു. ഇപ്പം ഈ മനസ്സ് ശാന്തമായാൽ അതുക്കായിട്ടാണ് ധ്യാനം. തതഃ പ്രത്യയേകതാനത ധ്യാനം. മനസ്സ് തൈലധാര മാതിരിയായിട്ട് ഒരേ വിഷയത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആ സത്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇത് കഴിഞ്ഞ ഒരു അടുത്ത ഒരു ഇതൊക്കെ വരും 13ാമത് അധ്യായത്തിൽ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. ഇതാണ് ക്ഷേത്രം, എൻ്റെ വ്യക്തിത്വം, മനസ്സ്. അതിൽ ക്ഷേത്രജ്ഞനുണ്ട്. ആ ക്ഷേത്രജ്ഞനാണ് പരബ്രഹ്മസ്വരൂപൻ. ക്ഷേത്രം പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? അമ്പലമാണ്. അപ്പോൾ ഇത് ദേഹം, മനസ്സ് ക്ഷേത്രമാണ്. ഇത് ഉള്ളിൽ ഇതെല്ലാവറ്റും അങ്ങനെ സർവൈലൻസ്, യു ആർ അണ്ടർ സർവൈലൻസ്, നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ ഉള്ളിലുണ്ട്. ഈ ലോകത്തെ ചതിക്കാൻ പറ്റും, പക്ഷേ ഉള്ളിലെ ഒരിക്കലും ക്ഷേത്രജ്ഞനെ ചതിക്കാൻ പറ്റില്ലാണ്. അവർ ഫുൾ അക്കൗണ്ട് വെച്ചുകൊണ്ടിരിക്കും. അടുത്ത ജന്മത്തിൽ ചെറിയായിട്ട് നിങ്ങൾക്ക് ഫലം കൊടുക്കും. ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ ചെയ്യാതെ കർമ്മത്തിക്ക് ഫലം കിട്ടുന്നില്ലാണ്. ബാങ്കിൽ ഇടാതെ ഡെപ്പോസിറ്റിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ലാണ്. അപ്പോൾ ഈ ധ്യാനയോഗത്തോടെ ഒരു മഹാത്മ്യം, വൈശിഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സിന് ആഴമായിട്ടുള്ള സമുദ്രത്തെ നന്നായിട്ട് കാണാൻ ഒരു കഴിവ് ഉണ്ടാകും. കണ്ടിട്ട് ഈ മനസ്സ് ഫോട്ടോഗ്രാഫാണ്, സംസ്കാരങ്ങളാണ്, ഇവിടുന്ന് വാസനകളായിട്ട് വന്ന് അത് നമ്മളെ അലകഴിക്കുന്നു. ഇതൊരു പ്രാവശ്യം മനസ്സിലാകുമ്പോൾ, ഇവിടെ ഞാൻ നിർത്തുന്നുണ്ട്, മനസ്സിലാകുമ്പോൾ എന്താകും? ഇവിടെ ഞാൻ ഈ ബോട്ടിൽ വെച്ചിട്ടുണ്ട്, അതിലെന്താ എണ്ണ ഉണ്ടല്ലേ, അതിൽ എണ്ണ എടുത്തിട്ട് നിങ്ങൾ ഈ വിളക്കിൽ ഇടാം. നിങ്ങൾ പോകുമ്പോൾ, ഇല്ലെങ്കിൽ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, ആ വെള്ളത്തിൽ നിങ്ങൾ എടുത്ത് കുടിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ലേബൽ കാണുന്നുണ്ട്, പോയ്സൺ. അപ്പം എന്താ ചെയ്യും നിങ്ങൾ? ഒരുപാട് പരിശ്രമം പ്രയത്നം ചെയ്ത്, അയ്യോ പോയ്സണാണ്, കുടിച്ചാൽ വിഷമാണ്, കുടിച്ചാൽ മരിക്കുന്നു പറഞ്ഞിട്ട് വെക്കണുണ്ടോ? ഇല്ലല്ലേ, ഇൻസ്റ്റൻ്റ്ലി. അതുമാതിരിയായിട്ട് ധ്യാനത്തിൽ ഇത് മനസ്സിലാക്കി, ഈ മനസ്സും ഇതെല്ലാം അസത്യമാണെന്ന് മനസ്സിലാകുമ്പോൾ, ഇതാണ് നഹി ജ്ഞാനേന സദൃശം പവിത്രമയ വിദ്യത്തെ, നത്തിങ് മോർ പ്യൂരിഫൈങ് ദൻ ജ്ഞാന.
ഇത് അസത്യം എന്ന് ധ്യാനത്തിൽ മനസ്സിലായതും പരിശ്രമമില്ലാതെ പെട്ടെന്ന് പോകും. ആ സൈലൻസ് ആണ് സൈലൻസ് ഓഫ് മെഡിറ്റേഷൻ, ധ്യാനയോഗം. ഈ ശബ്ദപുഷ്പങ്ങൾ, വാക്പുഷ്പങ്ങൾ കൃഷ്ണ ഭഗവാനുടെ തൃപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഭഗവാൻ നമുക്ക് ഈ ധ്യാന മനസ്ഥിതി ഉണ്ടാക്കി കൊടുക്കട്ടെ. ഈ ധ്യാന മൂലമായിട്ട് ധ്യാനേന ആത്മനി പശ്യന്തി, ഈശ്വര ദർശനം, നമ്മുടെ സ്വരൂപ ദർശനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറി ധ്യാനത്തിന് ഹേതുവായിട്ടുള്ള ഒരു പരിസ്ഥിതിയെ ഭഗവാൻ നമുക്ക് നൽകട്ടെ. എല്ലാവർക്കും മംഗളമുണ്ടാകട്ടെ, ശുഭമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് താമസമായി ക്ഷമിക്കണം.